So we have still people coming in, so we'll give another 2 minutes. Okay. Okay. Sorry. Let us start then. I will take 2 to 3 minutes for a quick introduction here. Anyone not comfortable with Malayalam here? So just wanted to see whether we need Malayalam or English. If any of you cannot follow Malayalam, kindly unmute and tell us now. Otherwise, we'll switch to Malayalam. Malayalam or English, both are fine for us, but we still think if some of you are not that not able to follow English, it is better to go with Malayalam. So if anybody not able to follow Malayalam, kindly unmute and tell us. Otherwise, please keep you muted. Thank you for that. Let us have the presenter to go through the content fully, and at the end you will get time for a Q&A and you can ask questions. Okay, so throughout the session, kindly unmute. If there is something very urgent or something you need to tell, yes, please, you can unmute and tell. Otherwise, please keep muted. Okay, and we will switch to Malayalam now. Hope it is fine for all. So എൻ്റെ പേര് മാധവൻ NG എന്നാണ്. ഞാൻ ഒരു ബിഗ് 4 കൺസൾട്ടിങ് കമ്പനിയിൽ സീനിയർ മാനേജറാണ്. ഞാൻ ഐ എം അസോസിയേറ്റഡ് വിത്ത് പ്രതിധ്വനി, ഒരു വെൽഫെയർ ഓർഗനൈസേഷനാണ്. IT എംപ്ലോയീസിൻ്റെ ട്രിവാൻഡ്രം, കൊച്ചി, ട്രിവാൻഡ്രം ടെക്നോ പാർക്ക്, കൊച്ചി ഇൻഫോ പാർക്ക്, കാലിക്കറ്റ് സൈബർ പാർക്ക്, മൂന്നിടത്തും ബേസ് ചെയ്ത് IT എംപ്ലോയീസിൻ്റെ വെൽഫെയർ ആക്ടിവിറ്റീസ് ഹാൻഡിൽ ചെയ്യുന്നൊരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അതിൻ്റെ വൺ ഓഫ് ദ വിങ് ആണ് ടെക് ഫോറം. ടെക് ഫോറംസ് ഓൺലൈൻ സെമിനാറും ഓഫ്ലൈൻ വർക്ക്ഷോപ്സ് ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക്, സൈബർ പാർക്കിലും വേരിയസ് ടെക്നോളജീസിൽ നടത്താറുണ്ട്. അതിൻ്റെ പാർട്ടായിട്ട് വരുന്നൊരു വെബിനാർ സീരീസ് ആണിത്. മെയിൻലി നമ്മൾ ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ഏരിയ ആണ്. ഇതിൽ ലോട്ട് ഓഫ് റോൾസ് ആൻഡ് ജോബ് റോൾസ് ആൻഡ് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് എവിടെ തുടങ്ങണം, എന്തിൽ ഫോക്കസ് ചെയ്യണം, നിങ്ങളുടെ സ്കില്ലുമായിട്ട് ഇത് മാച്ച് ആവുമോ, അങ്ങനെ ആകുകയാണെങ്കിൽ
ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അപ്പം ഇതില് എന്തെങ്കിലും ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അതിന്റെ ഒരു കരിക്കുലോ കാര്യങ്ങളോ ഒക്കെ നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും എന്തൊക്കെയാണ് ഇതിനകത്ത് പഠിക്കേണ്ടത് എന്നൊക്കെ ഉള്ളതിന്റെ ഒരു ഓവർവ്യൂ ആണ് ഇവിടെ തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം വഫ നമ്മളുടെ ഇന്നത്തെ ട്രെയിനിങ് എടുക്കുന്നത് വഫയാണ്. വഫ സൈബർ സെക്യൂരിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇൻഫോ പാർക്കിൽ. ഇൻ അഡീഷൻ ടു ദാറ്റ് ഷീ ഹാഡ് ഹാൻഡിൽഡ് സം ഇതുപോലത്തെ കോഴ്സ് ആക്ടിവിറ്റീസും കരിക്കുലം കുറേഷനും ഒക്കെ ചെയ്തിട്ടുണ്ട്. ട്രെയിനിങ് എടുക്കുന്ന ആളാണ്. അപ്പം താങ്ക് യു വഫ ഫോർ ടേക്കിംഗ് ദിസ് ആൻഡ് supporting the community to give this seminar. So, and welcome you to the session. And then we have Danesh here from Boston Institute of Analytics. He is the marketing and sales head of Boston Institute of Analytics. അവരാണ് നമ്മളുടെ ഇതിനൊരു ലോജിസ്റ്റിക്സ് പാർട്ണർ. അപ്പം welcome Danesh and thank you for collaborating with us in this initiative. കൂടാതെ ഇന്നത്തെ സെഷനിൽ നമുക്കിവിടെ ഒരു കോളേജിൽ നിന്നുള്ള കുറച്ച് സ്റ്റുഡൻസും കൂടി ഉണ്ട്. അത് വളരെ ഒരു നല്ല കാര്യമാണ്. പഠിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് ഇതിനെപ്പറ്റി ഒരു അവയർനെസ് കിട്ടുന്നത്. അപ്പം അവിടുന്ന് രേഖ മാഡമാണ്, രേഖ എം മാം, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് AI ആൻഡ് ഡാറ്റ സയൻസ്, METS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, മാള തൃശ്ശൂർ ആണ്. Madam, warm welcome to the session and thank you very much for collaborating and bringing your students into this session. It is a great initiative. ഇത് കൂടാതെ നമുക്ക് അല്ലാതെ രജിസ്റ്റർ ചെയ്തു വന്ന ആൾക്കാരുണ്ട്. ഇതൊരു മിക്സഡ് ക്രൗഡാണ്. വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, ഫ്രഷേഴ്സ്, പാസ് ഔട്ട് ആയവർ, ജോലി നോക്കുന്നവരുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു എൻട്രി ലെവലിൽ എങ്ങനെ ഈ സൈബർ സെക്യൂരിറ്റി ഏരിയയിൽ ജോബ്സ് നോക്കുന്നവർക്ക്, അല്ലെങ്കിൽ കരിയർ സ്വിച്ച് നോക്കുന്നവർക്ക് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ് us start the session without wasting much time. എന്നിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അറ്റ് ദി എൻഡ് നമ്മൾ Q&A ഉണ്ടാവും, അവിടെ വെച്ച് നമുക്ക് ചോദിക്കാം. ഓക്കെ, സോ with that and I'm once again thanking each and every one of you to join this session and നിങ്ങളിത് അറ്റൻഡ് ചെയ്യുന്നതിനും നിങ്ങളെ പ്രതിദിനയുടെ പേരിലും ബോസ്റ്റൺ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിലും വെൽക്കം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം ഹിയർ ആൻഡ് ഐ വിൽ ഗോ ഓൺ. Hello, welcome everyone. Thank you for inviting me. പ്രതിധ്വനിക്കും മാധവൻ. ഇതിൽ നമ്മൾ കൂടുതലും ഈ ഒരു സെഷനിൽ ഫോക്കസ് ചെയ്യുന്നത് ഒരു ബിഗിനർ ലെവലില് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി ഫീൽഡിലേക്ക് സ്വിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ സൈബർ സെക്യൂരിറ്റി ഒരു കരിയർ മാപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഈ ഒരു റീസെന്റ് ഇതില് സൈബർ സെക്യൂരിറ്റി പറയുമ്പോൾ ആവാവും എന്നുള്ളൊരു ഇതാണ്. പക്ഷെ പലരും ഇതിനെക്കുറിച്ച് ഒരു അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷനോട് കൂടെ, അല്ലെങ്കിൽ റോൾ എന്താണ്, ജോബ് എങ്ങനെ ഇരിക്കും എന്നറിയാതെയാണ് പലരും ഈ ജോബിലേക്ക് വരാൻ സർട്ടിഫിക്കേഷൻസോ അല്ലെങ്കിൽ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ജോലിയിലേക്ക് കയറുന്നതോ. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിലെ മിസ്ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് പലരും ഈ സൈബർ സെക്യൂരിറ്റി എന്നുള്ള ഫീൽഡിലേക്ക് വരുന്നത്. അപ്പൊ അതിനു മുന്നേ നമ്മള് ഇതൊറ്റൊരു ജോബ് റോൾ അല്ല. അപ്പൊ നമ്മൾ ഏത് ജോബ് റോൾ സെലക്ട് ചെയ്യണം എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഓരോ ജോബ് റോളിന്റെയും റോൾസ് എങ്ങനെയാണ്, അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എൻട്രി പോയിന്റ് സ്കിൽസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു കരിയർ പാത്ത് എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സെഷൻ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാൻ ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു സെഷനിൽ നമ്മൾ ചോദിക്കുന്നത് റിയൽ വേൾഡിലെ സൈബർ സെക്യൂരിറ്റി കരിയേഴ്സ് എങ്ങനെയാണ് ഉണ്ടാവുക, അതല്ലെങ്കിൽ ഒരു ബിഗിനർ ഫ്രണ്ട്ലി റോള് എങ്ങനെയാണ്, കരിയർ പാത്ത് എക്സ്പ്ലെയിൻ ചെയ്യാണ്, പിന്നെ കുറച്ച് സ്കിൽസ്, അല്ലെങ്കിൽ കുറെ ആൾക്കാർ കുറെ സർട്ടിഫിക്കേഷൻസ് എടുത്തു വയ്ക്കും. അപ്പൊ അതിന്റെ റിയാലിറ്റി, സ്കിൽസിന്റെ റിയാലിറ്റി,
ആൻഡ് ഒരു സർട്ടിഫിക്കേഷൻ മാത്രം എന്തുകൊണ്ട് ഞാനിപ്പോ ഒരു CH സർട്ടിഫൈഡ് ആണ് പക്ഷെ എനിക്ക് എന്തുകൊണ്ട് ജോലി കിട്ടുന്നില്ല, അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടാവും. അപ്പൊ അത് എന്തുകൊണ്ടാണ് കിട്ടാത്തത്, അല്ലെങ്കിൽ എന്തൊക്കെ സ്കിൽ സെറ്റ് ആണ് നിങ്ങൾക്ക് ഒരു ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ടത്, എന്ത് ജോബ് എന്ത് ടൈപ്പ് ഓഫ് റോളാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനത്തെ രീതിയിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഇപ്പൊ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു വേർഡ് ഞാൻ ജസ്റ്റ് ഒരു ബേസിക് എന്നുള്ള രീതിയിൽ പറയണം. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇൻഫർമേഷൻ സെക്യൂരിറ്റി കേട്ടിട്ടുണ്ടാവും, സൈബർ സെക്യൂരിറ്റി കേട്ടിട്ടുണ്ടാവും. ശരിക്കും ഇവിടെ നമ്മൾ പറയേണ്ടിയിരുന്ന വേർഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്നാണ്. കാരണം സൈബർ സെക്യൂരിറ്റി എന്നുള്ള വേർഡ് വരുമ്പോൾ ഒരു ഇന്റർനെറ്റ് ബേസ്ഡ്, അതായത് സൈബർ ലോകത്ത് വരുന്ന സെക്യൂരിറ്റി മാത്രമാണ് സൈബർ സെക്യൂരിറ്റി എന്നുള്ളൊരു ഇതിൽ വരിക. പക്ഷെ ഇൻഫർമേഷൻ സെക്യൂരിറ്റി പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ രീതിയിൽ നോക്കുമ്പോൾ അവരുടെ എല്ലാം ഇൻഫർമേഷൻസ്, അത് ഡാറ്റ ആയിരിക്കാം, പേപ്പർ ആയിരിക്കാം, പെരിമീറ്റർ സെക്യൂരിറ്റി ആയിരിക്കാം, അങ്ങനെ എല്ലാ സെക്യൂരിറ്റിയും വരും. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻഫർമേഷൻ എന്തൊക്കെയാണ്, അത് സൈബർ അല്ലെങ്കിൽ ഓൺലൈനിൽ മാത്രം ആവണമെന്നില്ല, അവരുടെ ഡിവൈസസ് ആവാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു വലിയ കടലിന്റെ ചെറിയൊരു ഭാഗമാണ് ഈ സൈബർ സെക്യൂരിറ്റി ജോബ് റോൾസ്. അപ്പൊ ഈ ഇതുപോലെ തന്നെ നമ്മൾ പറയും ഏത് ഫീൽഡാ, സൈബർ സെക്യൂരിറ്റി ഫീൽഡാ പറയും. സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നതിൽ ഒരുപാട് ഫീൽഡ് ഉണ്ട്. അത് കുറേ ഒരു ഡിഫറെന്റ് റോൾസിന്റെ ഒരു എക്കോസിസ്റ്റം ആയിട്ടാണ് സൈബർ സെക്യൂരിറ്റി എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ ആൾക്കാർ പറയും സെക്യൂരിറ്റി പറയും ആദ്യം തന്നെ പലരുടെയും മനസ്സിൽ വരുന്നത് ഒരു ഹൂഡിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഒരു ഇരുട്ടത്തിരുന്ന് കുറച്ച് ലാപ്ടോപ്പിൽ ചെയ്യുന്ന ആൾ എന്നുള്ള കൺസെപ്റ്റ്. അപ്പൊ അങ്ങനെയല്ല, ഹാക്കേഴ്സ് മാത്രമല്ല ഈ സെക്യൂരിറ്റി ഫീൽഡ് ഉള്ളത്. ഹാക്കേഴ്സ് ഉണ്ട്, പലതരത്തിലുള്ള ഹാക്കേഴ്സും കാര്യങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി ജോബ് കിട്ടണം എന്നുണ്ടെങ്കിൽ കോഡ് അറിയണം, അല്ലെങ്കിൽ ഇന്നൊരു സർട്ടിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടും, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ഈ സിസ്റ്റം അല്ലെങ്കിൽ അതിന്റെ അറ്റാക്കിംഗ് സിസ്റ്റം അങ്ങനത്തെ കാര്യങ്ങൾ, പോളിസീസ്, റിസ്ക്, കംപ്ലയൻസ്, ഇങ്ങനത്തെ ഒക്കെ അറിഞ്ഞാലാണ് ഏത് കരിയർ നമുക്ക് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് അത് പ്രത്യേകിച്ച് ഫ്രഷേഴ്സിനല്ല, ഒരു സ്വിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എംപ്ലോയീസിന് കാര്യം ഞാൻ പറയുന്നത്. എങ്ങോട്ട് സ്വിച്ച് ചെയ്യണം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഓരോ ജോബിന്റെയും റോൾസ് എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, സ്കിൽ സെറ്റ് എന്താണെന്ന് അറിയുന്നതായിരിക്കും കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിട്ടിരിക്കുക. ഇതിൽ തന്നെ ഒരു പ്രധാന മിത്താണ് ഇതുപോലെ ഹാക്കിംഗ് അറിഞ്ഞിരിക്കണം, കോഡ് അറിഞ്ഞിരിക്കണം, സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, പിന്നെ എൻട്രി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും, അതൊന്നുമല്ല. നമ്മൾ കഷ്ടപ്പെട്ടാൽ തന്നെ കിട്ടുള്ളൂ. പക്ഷെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താണെങ്കിലും ജോലി കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഇത്. ഒരു സെക്യൂരിറ്റി, ഒരു ഓർഗനൈസേഷന്റെ ഒരു സെക്യൂരിറ്റി മാനേജ്മെന്റിന്റെ ഒരു പിക്ചറാണ് ഇത്. കംപ്ലീറ്റ് അല്ല, അല്ലെങ്കിൽ ഇതിൽ ക്ലൗഡ് സെക്യൂരിറ്റി അങ്ങനെ കുറച്ച് കാര്യങ്ങളില്ല. പക്ഷെ പ്രധാനമായിട്ടും വരുന്ന 4 ഡിവിഷൻസ് ആണ്. ഫസ്റ്റ് സെക്യൂരിറ്റി ഇൻഫ്രാസ്ട്രക്ചർ, അതായത് പെരിമീറ്റർ സെക്യൂരിറ്റി, പിന്നെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി, അവർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിന്റെ സെക്യൂരിറ്റി, പിന്നെ ഡിവൈസസിന്റെ സെക്യൂരിറ്റി, പിന്നെ ഡാറ്റ ഹാൻഡ്ലിംഗ്, ഓരോ എംപ്ലോയീസും യൂസ് ചെയ്യുന്ന ഡാറ്റ, അവരുടെ പേഴ്സണൽ ഡാറ്റ അല്ലെങ്കിൽ നമ്മളുടെ ഓർഗനൈസേഷൻ ഡാറ്റ, ആപ്ലിക്കേഷൻ ഡാറ്റ, ഇതെല്ലാം വരുന്നത് സെക്യൂരിറ്റി ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ്. പിന്നെ വരുന്നതാണ് സെക്യൂരിറ്റി പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ വരാതിരിക്കാൻ നോക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എല്ലാം സെക്യൂർഡ് ആക്കി വെക്കണം. അപ്പൊ സെക്യൂർഡ് ആക്കി വെക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് വെക്കും, വൾണറബിലിറ്റി അസസ്മെന്റ് നോക്കും. വൾണറബിലിറ്റി VAPT എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഒരു ഓർഗനൈസേഷനിലുള്ള അല്ലെങ്കിൽ അവർ എന്താണോ ആപ്ലിക്കേഷൻ ആണോ വാട്ടെവർ ഇറ്റ് ഈസ്, അതിന്റെ വൾണറബിലിറ്റി, അതിന്റെ ലൂപ്പ് ഹോൾസ് അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് വൾണറബിലിറ്റി അസസ്മെന്റ് എന്നുള്ള രീതിയിൽ വരുന്നത്. പിന്നുള്ളതാണ് പെൻട്രേഷൻ ടെസ്റ്റിംഗ്. പെൻട്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ടെസ്റ്റിംഗ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് സൈബർ അറ്റാക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഓതന്റിക്കേറ്റഡ് അല്ലാത്ത ഇതായിരിക്കും, പ്രിവിലേജ് എസ്കലേഷൻ ആവാം. ഇതെല്ലാം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്, സിമുലേറ്റ് ചെയ്ത് നോക്കുകയാണ് പെൻട്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ അറ്റാക്ക് ചെയ്ത് നോക്കുക എന്നുള്ള രീതിയിലാണ്. നമ്മൾ ജസ്റ്റ് വാതിലടച്ചിട്ട് ജസ്റ്റ് ഒന്നും കൂടെ തുറന്നു നോക്കാം, അല്ലേ, ലോക്ക് ആയിട്ടുണ്ടോന്ന്. അതുപോലെയുള്ള ഒരു ടൈപ്പ് ഓഫ് അതാണ് സെക്യൂരിറ്റി പ്രിവെൻഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വരുന്നത്. ദെൻ കംസ് കംപ്ലയൻസ് ആൻഡ് വാലിഡേഷൻ. ഇപ്പോ ഒരു സെക്യൂരിറ്റി നമ്മൾ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ ഒരു ബേസ് ലൈൻ വേണം, അല്ലെ. അപ്പൊ അതിന് കുറച്ച് ഇന്ന കാര്യങ്ങൾ നോക്കണം. അപ്പൊ കുറച്ച് പോളിസീസ് ഉണ്ടാവാം, അല്ലെങ്കിൽ സെക്യൂരിറ്റി ഓഡിറ്റിംഗ് ടീം ഉണ്ടാവാം, പിന്നെ കംപ്ലയൻസസ് ലൈക്ക് ഇപ്പോൾ ഒരു നമ്മൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ GDPR, ഇപ്പൊ ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിൽ HIPAA, ഇനി നമ്മളൊരു ബാങ്കിലെ ഒരു യൂസേഴ്സിന്റെ കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ PCI DSS. അങ്ങനെ
ഓരോ ടൈപ്പ് ഓഫ് ഡാറ്റ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ കംപ്ലയൻസ് ഉണ്ടാവും. അപ്പൊ ഇതാണ് സെക്യൂരിറ്റി കംപ്ലയൻസ്. പിന്നെ വരുന്ന അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ജോബ് വരുന്നതാണ് സെക്യൂരിറ്റി ഓപ്പറേഷൻസ് ടീം. അതായത് ഒരു ഡിഫെൻസീവ് ടീമാണ്. അവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 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 പോലീസ് കൺട്രോൾ റൂമിൽ നമ്മൾ മോണിറ്ററിങ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ എൻറ്റയർ ഓർഗനൈസേഷനെ ഒരു സിംഗിൾ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഡാഷ്ബോർഡിൽ കൊണ്ടുവന്നിട്ട് അവരുടെ സെക്യൂരിറ്റി നമ്മൾ മോണിറ്റർ ചെയ്യുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും റിയൽ ടൈം അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഇൻസിഡന്റ് മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇതാണ് പ്രധാനമായിട്ടും അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ സെക്യൂരിറ്റി മാനേജ്മെന്റിനെ നമുക്ക് തിരിക്കാവുന്ന കാര്യങ്ങൾ വരുന്നത്. Next comes the cybersecurity landscape. So these are the some of the departments we can say, like SOC, Blue Team. So Blue Teams comes under defensive team അല്ലെങ്കിൽ security operations team. പിന്നെ വരുന്നതാണ് VAPT, അതായത് പെൻട്രേഷൻ ടെസ്റ്റിംഗ്. അതാണ് ഒഫൻസീവ് സെക്യൂരിറ്റി എന്നുള്ള കൺസെപ്റ്റിൽ വരുന്നത്. സോ പിന്നെ വരുന്നതാണ് GRC, ഗവേണൻസ് റിസ്ക് ആൻഡ് കംപ്ലയൻസ്. പിന്നെ ക്ലൗഡ് സെക്യൂരിറ്റി കുറേ ഉണ്ട്, അതിൽ കുറച്ചെണ്ണം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്തേ ഉള്ളൂ. Application security, DevSecOps, digital forensic and incident response, threat intelligence, identity and access management, privacy. അപ്പൊ ഈ ഓരോ ഡൊമൈനും ഡിഫറെന്റ് പർപ്പസിനാണ്, അതിന്റെ ഓരോന്നിനും ഡിഫറെന്റ് സ്കിൽ സെറ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്കൊരു ബെസ്റ്റ് ഡൊമൈൻ ഒന്നും പറയാൻ പറ്റില്ല. ദ ബെസ്റ്റ് ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മളുടെ ഇൻട്രസ്റ്റും നമ്മളുടെ ലോങ് ടേം ഗോൾസും നമ്മളുടെ സ്കിൽസ് ഒക്കെ വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ എന്തിലാണോ ഇൻട്രസ്റ്റ് നമ്മൾ അതിലാണ് പെർഫോം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ VAPT ആണ് നല്ലത്, പെൻ ടെസ്റ്റിംഗ് ആണ് നല്ലത്, അല്ലെങ്കിൽ SOC ആണ്, ഓഡിറ്റിംഗ് ആണെന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റും അവരുടെ സ്കിൽസും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡൊമൈൻ സെലക്ട് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇപ്പൊ പ്രധാനമായിട്ട് ഇപ്പൊ ഒരു ഇങ്ങനെ അപ്ലിക്കേഷൻ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇത് പറയുന്നതിന് പകരം നമ്മൾ പറയും, ഇങ്ങനെ ഓർഗനൈസേഷൻ ലെവലിൽ നമ്മൾ പറയും ഞാൻ ബ്ലൂ ടീമാണ് അല്ലെങ്കിൽ റെഡ് ടീമാണ്, പർപ്പിൾ ടീമാന്നൊക്കെ പറയും. അപ്പൊ ഈ ബ്ലൂ ടീം എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഡിഫൻസ്, സൈബർ അറ്റാക്കിനെ ഡിഫെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്നു, റിസ്ക് അസസ്മെന്റ് ചെയ്യുന്നു, വൾണറബിലിറ്റി അസസ്മെന്റ് ചെയ്യുന്നു, അതുപോലെ പാച്ചിങ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരുന്നതല്ല. ഒരു അറ്റാക്കിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ബ്ലൂ ടീം. അപ്പൊ ആ ടീമിലുള്ളവരെല്ലാം നമ്മൾ ബ്ലൂ ടീം എന്ന് പറയും. റെഡ് ടീം എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത് നമ്മൾ ഇതുപോലെ തന്നെ അറ്റാക്ക് ചെയ്യാണ്, ഒരു സിമുലേഷൻസ് ചെയ്ത് നോക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഫിഷിംഗ് ഇമെയിൽ അയച്ചു നോക്കുകയാണ്, യൂസേഴ്സ് അത് വീഴാൻ ചാൻസ് ഉണ്ടോ അങ്ങനെ. ആ ടീമെല്ലാം കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതാണ് റെഡ് ടീം എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഈ പർപ്പിൾ ടീം എന്ന് പറയുമ്പോൾ ഇത് ഒരു ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ റെഡ് ടീം ആൻഡ് ദ ബ്ലൂ ടീം, ജസ്റ്റ് ഫോർ ഇംപ്രൂവിങ് ദ ഡിറ്റക്ഷൻ. അല്ലെങ്കിൽ ഈ റെഡ് ടീമിന്റെ റെസ്പോൺസ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെഡ് ടീമിന്റെ ഫൈൻഡിങ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്ലൂ ടീം അതിനനുസരിച്ച് നമ്മുടെ സെക്യൂരിറ്റി ഒന്നും കൂടെ ഇതാക്കുന്നു. അല്ലെങ്കിൽ ഇപ്പൊ അവരൊരു വൾണറബിലിറ്റി കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ഒരു അറ്റാക്ക് ചെയ്യാൻ പറ്റി എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള റെമഡിയേഷൻ ഭാഗങ്ങളും ആര് ചെയ്യും, ബ്ലൂ ടീം ചെയ്യും. അപ്പോൾ ഒരു മെച്യൂർ സെക്യൂരിറ്റി പ്രോഗ്രാമിന് ഈ 3 ടേംസും ആവശ്യമാണ്. പക്ഷെ ഓർഗനൈസേഷനിൽ ചിലപ്പോൾ ബ്ലൂ ടീം റെഡ് ടീം ആവണം എന്നില്ല. പക്ഷെ നമ്മുടെ കൺസെപ്റ്റിൽ വരുമ്പോൾ നമുക്ക് ഇതിന് ഈ ഒരു 3 ലെവലിലേക്കാം. ഈ പർപ്പിൾ ടീമിൽ അതുപോലെ തന്നെയാണ്, ഡിറ്റക്ഷൻ ഇംപ്രൂവ് ചെയ്യാനാണ് നമ്മൾ കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഞാൻ SOC എന്നുള്ള കൺസെപ്റ്റിൽ വരികയാണ്. അതായത് നമ്മൾ പറഞ്ഞ ഡിഫെൻസീവ് സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ. ഇത് ആദ്യം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സിനാരിയോ അനുസരിച്ച് ഒരു ഫ്രഷറിന് ഏറ്റവും പെട്ടെന്ന് എൻട്രി ലെവൽ ജോബ് കിട്ടാൻ എളുപ്പം SOC അനലിസ്റ്റ് ആയിട്ടാണ്. അപ്പോ മറ്റുള്ള VAPT ഒക്കെ കിട്ടും. പക്ഷെ നമ്പർ ഓഫ് എംപ്ലോയീസ് ഒരു ഓർഗനൈസേഷനിൽ SOC എന്ന് പറയുമ്പോൾ മിക്കപ്പോഴും ഒരു 24/7 ആയിരിക്കും. അപ്പൊ ഷിഫ്റ്റ് ഉണ്ടാവും. അപ്പൊ നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ എണ്ണം VAPT അല്ലെങ്കിൽ ഓഡിറ്റിംഗ് GRC ഒക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ SOC ആയിരിക്കും കൂടുതൽ. അപ്പൊ ഫ്രഷേഴ്സ്, അത് മാത്രമല്ല ഒരു ഫ്രഷറെ എടുക്കണമെന്നുണ്ടെങ്കിൽ SOC-ലാണ് അവരെടുക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് പോവാവുന്നതാണ്. അപ്പൊ SOC-ല് എന്താണ് അവർ പ്രധാനമായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്ററിംഗ് ആണ്. സെക്യൂരിറ്റി അലേർട്സ് ഉണ്ടാവും. അത് നമുക്ക് ഒരുപാട് ടൂൾസ് ഉണ്ടാവും. ഈ സെക്യൂരിറ്റി ടൂൾസിൽ വരുന്ന അലേർട്സ് മോണിറ്റർ ചെയ്യുക,
അതുപോലെ തന്നെ റിസ്ക് നോക്കുക, പിന്നെ സസ്പീഷ്യസ് ആക്ടിവിറ്റീസ് ഉണ്ടാവും, ബിഹേവിയറൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും, ഇതെല്ലാം നോക്കുക. പിന്നെ എന്തെങ്കിലും സെക്യൂരിറ്റി ഇൻസിഡൻസ് വന്നു കഴിഞ്ഞാല് അപ്പൊ ആ സെക്യൂരിറ്റി ഇൻസിഡന്റ് മാനേജ്മെന്റ് എത്രയും വേഗം അതിന്റെ റെമഡിയേഷൻ അല്ലെങ്കിൽ അതിന്റെ ബാക്കപ്പ് എടുക്കാനുള്ള കാര്യങ്ങള്, അങ്ങനത്തെ മിറ്റിഗേഷൻ സ്റ്റെപ്സ്, ഇതെല്ലാം നോക്കുന്നത് സെക്യൂരിറ്റി ഇൻസിഡന്റ് ടീം. അപ്പൊ സെക്യൂരിറ്റി ഇൻസിഡന്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇൻസിഡന്റ് റെസ്പോണ്ടർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ഹയർ ലെവലിലേക്കാവും, ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നുള്ള നിലയിലേക്കാണ് സെക്യൂരിറ്റി ഇൻസിഡന്റ് ഹാൻഡ്ലർ ഒക്കെ പോകുന്നത്. പിന്നെ നമ്മളൊരു സപ്പോസ് ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഓപ്പോസിറ്റ് ഓർഗനൈസേഷൻ ആണ് നമ്മൾ അറ്റാക്ക് ചെയ്തെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഒരു ലീഗൽ ആക്ഷൻ മൂവ്മെന്റ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ചെയിൻ ഓഫ് കസ്റ്റഡി എന്ന് പറയും. അതായത് നമുക്ക് കോർട്ടിൽ ചെയ്യേണ്ട പ്രൂഫും കാര്യങ്ങളും ഇതെല്ലാം ചെയ്യുന്നത് സെക്യൂരിറ്റി ഇൻസിഡന്റ് മാനേജ്മെന്റ് ടീമാണ്. അപ്പൊ സോക്കില് ഒരു പ്രധാനപ്പെട്ട ഒരു, നമ്മൾ തുടങ്ങുന്നത് സെക്യൂരിറ്റി അനലിസ്റ്റ് 1 അല്ലെങ്കിൽ സെക്യൂരിറ്റി എഞ്ചിനീയർ അങ്ങനെയൊക്കെ പറഞ്ഞാലും അപ്പൊ പിന്നെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ സോക്ക് എപ്പോഴും റിയൽ വേൾഡ് അറ്റാക്കിനായിട്ടാണ് എക്സ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഒരു സോക്ക് അനലിസ്റ്റ് നമ്മളെ എപ്പോഴും കാണുന്ന കാര്യങ്ങളാണ് ലോഗ്, സെക്യൂരിറ്റി ഇവന്റ്സ്. സോ എപ്പോഴും ഒരു സോക്ക് അനലിസ്റ്റ് ആവാൻ അല്ലെങ്കിൽ സോക്കിലേക്ക് എൻ്റർ ചെയ്യുന്ന ആള് ഈ കാര്യങ്ങളിൽ നമ്മൾ എക്സലന്റ് ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് അറ്റാക്സ് എന്താണ്, ലോഗ് എന്താണ്, സെക്യൂരിറ്റി ഇവന്റ്സ് എന്താണെന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ ഒരു സോക്ക് എന്താന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സെൻട്രലൈസ്ഡ് യൂണിറ്റ് ആണ്. നമ്മളത് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. യൂസേഴ്സിന്റെ അല്ലെങ്കിൽ നെറ്റ്വർക്കിന്റെ അപ്ലിക്കേഷൻ എല്ലാത്തിന്റെയും ഓൺഗോയിങ് ആക്ടിവിറ്റീസ് ചെയ്യും. അപ്പൊ അത് സെർവർ ആവാം, എൻഡ് പോയിന്റ്സ് ആവാം, ക്ലൗഡ് ആയിരിക്കാം, ഡാറ്റാബേസ് ആവാം, അപ്ലിക്കേഷൻസ് ആവാം, വെബ്സൈറ്റ്സ് ആവാം, എൻഡ് പോയിന്റ് ഡിവൈസസ് ആവാം. അപ്പൊ ഒരു സിംഗിൾ പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഓർഗനൈസേഷന്റെ അസറ്റ്സ് മോണിറ്റർ ചെയ്യുന്നത്. അപ്പൊ സോക്കിന് പ്രധാനമായിട്ടും പല ടൂൾസ് ഉണ്ട്. ടൂൾസ് ബേസ്ഡ് ആണ് കൂടുതലും. ഓപ്പറേഷൻസ് ഉണ്ട്, പ്രോസസ് ഉണ്ട്, പീപ്പിൾ ഉണ്ട്, ഇതുപോലെ തന്നെ ടൂൾസും ഉണ്ട്. ഈ സോക്കിന്റെ ഒരു ചെറിയൊരു എങ്ങനെയാണ് ഇത് സോക്ക് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ടൂൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ ആദ്യം നമുക്ക് എന്താണോ മോണിറ്റർ ചെയ്യേണ്ടത് അല്ലെ, ആ ഒരു മോണിറ്റർ ചെയ്യണതിന്റെ ലിസ്റ്റ് ആണ് ഇപ്പൊ ഡാറ്റ ടൈപ്സ്, ഡാറ്റ സോഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ പലതും ഇല്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഫയർവാൾ ഉണ്ടാവും, ഇതൊക്കെ എല്ലാം ഓർഗനൈസേഷന്റെ അസറ്റ്സ് ആണ്. എൻഡ് പോയിന്റ്സ്, അവരുടെ വെബ്സൈറ്റ്സ്, ഫയൽ സെർവർ, ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ലോഗ് കളക്ട് ചെയ്യുന്നു. ലോഗ് കളക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ അവിടെ ഒരു സെക്കൻഡിൽ നടന്നത് നമുക്കെല്ലാം ലോഗ് ചെയ്യില്ലേ, അതിന്റെ ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഓരോ ആക്ടിവിറ്റീസും കളക്ട് ചെയ്തിട്ട് അതിനെ ഒരു മെഷീൻ റീഡബിൾ ഫോർമാറ്റ് ആക്കി റോ ലോഗ് എന്നുള്ള കൺസെപ്റ്റ് ആയിരിക്കും. അതെടുത്ത് IP അഡ്രസ് എന്താണ്, അല്ലെങ്കിൽ ഡിവൈസ് നെയിം എന്താണ്, യൂസർ നെയിം എന്താണ്, അങ്ങനത്തെ ഡീറ്റെയിൽസിനെ വേറെ വേറെ പാഴ്സിങ് ചെയ്ത് വെക്കും. ഇനി എപ്പോഴാണ് നമുക്കൊരു അലേർട്ട് ഉണ്ടാവുക, അലേർട്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒരു സം കണ്ടീഷൻസ് ട്രിഗർ ചെയ്യണം അല്ലെ, അപ്പോഴാണ് നമുക്ക് അലേർട്ട് അടിക്കുക. അപ്പൊ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോ ഒരു അലേർട്ടിന് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇമെയിലിൽ മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ IPS IDSൽ ഒരു സിഗ്നേച്ചർ സാറ്റിസ്ഫൈ ചെയ്തു, പ്ലസ് ഫയർവാളിൽ ഇങ്ങനെ ഒരു ഹൈക്ക് കണ്ടു. അപ്പൊ അങ്ങനെ പലതരം അസറ്റ്സ് ചെയ്യുന്നു, 1-2 അസറ്റ്സിൽ നിന്ന് പല കണ്ടീഷൻസ് വെച്ചിട്ട് ആയിരിക്കും ഓരോ അലേർട്ടും ട്രിഗർ ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ പറയുന്നത് കോറിലേഷൻ. ഇങ്ങനെയൊക്കെ പലതിൽ നിന്നും കോറിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു അലേർട്ട് വരുന്നത്. ഈ വരുന്ന അലേർട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മോണിറ്റർ ചെയ്യും. അല്ലെങ്കിൽ അത് അതായത് ഫോൾസ് പോസിറ്റീവ് ആണ്, റിയൽ അലേർട്ട് ആണോ, അല്ല അത് ട്രൂ പോസിറ്റീവ് റിയൽ ആയിട്ട് വന്നതാണോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യും. പിന്നെ നമ്മൾ ഇതിനെ ഫൈൻ ട്യൂൺ ചെയ്യും. ചിലപ്പോൾ ഒരുപാട് ആവശ്യമില്ലാത്ത അലേർട്ട്സ് വരും, അപ്പൊ നമ്മൾ അതിന് ആവശ്യമില്ലാത്തത് മാറ്റി കൊറി കൊടുത്തിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. അപ്പൊ ആ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടുള്ള കൊറി ജനറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു സോക്ക് അനലിസ്റ്റ്. സോക്ക് അനലിസ്റ്റ് വരുന്നത് കണ്ടുപിടിക്കാനുള്ള ഒരു മെന്റാലിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് എപ്പോഴും വേണ്ടത്, ഒരു കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ജിജ്ഞാസ. അപ്പൊ ഈ സോക്ക് അനലിസ്റ്റിന് പ്രത്യേകിച്ച് ഇന്ന ഒരു ടെക്നിക് അല്ലെങ്കിൽ സ്കില്ല് നിങ്ങൾക്ക് അറിയണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു അറ്റാക്ക് വന്നത് നെറ്റ്വർക്ക് ലെവലിൽ അറ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റ്വർക്കിംഗ് അറിഞ്ഞിരിക്കണം. ഒരു വെബ് അപ്ലിക്കേഷനിലുള്ളതാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു വെബ് അപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്, ഒരു വേർഡ് പ്രസ് എന്താണ്, അല്ലെങ്കിൽ SQL എന്താണ്, അപ്പൊ എല്ലാം
മുഴുവനായിട്ട് അറിഞ്ഞിരിക്കണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു റോ ലോഗ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോ ഒരു സോക്ക് അനലിസ്റ്റ് ആയിട്ട് ഒരു ഇതിന് പോകുമ്പോൾ നമ്മളെല്ലാം പഠിച്ചിരിക്കണം എന്നല്ല, പക്ഷെ ഒരു കോഡ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം. അത് സ്വന്തമായിട്ട് കോഡ് എഴുതാൻ പറ്റണം എന്നല്ല, ജസ്റ്റ് ഒരു കോഡ് കണ്ടു കഴിഞ്ഞാൽ, ഒരു പീസ് ഓഫ് കോഡ് കണ്ടു കഴിഞ്ഞാൽ അത് എന്തിനാണ് യൂസ് ചെയ്യണതെന്ന് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ആ ലോഗ് കണ്ടു കഴിഞ്ഞാൽ എന്തിന്റെ ലോഗാണ്, ഇതൊരു ഡിവൈസിന്റെ അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ഡയറക്ടറിയുടെ ലോഗാണോ, അല്ലെങ്കിൽ ഒരു IPS IDSന്റെ ലോഗാണോ, ഫയർവാൾ ആണോ, ലിനക്സ് മെഷീന്റെ ലോഗാണോ, വിൻഡോസിന്റെ ഇവന്റ്സ് ആണോ എന്നൊക്കെ അറിയാനുള്ള ഒരു കോമൺ സെൻസ് നമ്മൾ പറയില്ലേ, അതാണ് ഒരു സോക്ക് അനലിസ്റ്റിന് പ്രധാനമായിട്ടും വേണ്ടത്. പിന്നെ ഒരു വർക്ക് ഫ്ലോ ഉണ്ടാവും, അതായത് അടുത്തത് ആൾക്ക് അത് നമ്മൾ ശരിക്കുള്ള അറ്റാക്ക് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് അവിടെ ക്ലോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അടുത്ത ആൾക്ക് കൊടുക്കുന്നു. അങ്ങനെ ഒരു ബേസിക് വർക്ക് ഫ്ലോ നമ്മൾ സോക്കിൽ ഫോളോ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണിത്. നമ്മൾ ആദ്യം ലോഗും ഡാറ്റയൊക്കെ വേരിയസ് ഡിവൈസസ് നിന്ന് വി ആർ കളക്ടിങ് ഓൾ ദിസ് ഡിവൈസസ് ആൻഡ് സെൻഡിങ് ടു ദ സിം. SIEM എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി ഇൻസിഡന്റ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് ഒരു സൊല്യൂഷൻ ആണ്, ഒരു ടൂൾ ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സിം, IBM ക്യൂറഡാർ, AT&T USM, പിന്നെ അഷ്വർ സെന്റിനൽ, ഇതെല്ലാം സിം ടൂൾസ് ആണ്. അപ്പൊ ഒരു സോക്കിന്റെ ഒരു ഹാർട്ട് ഓഫ് ദ സോക്ക് എന്ന് പറയുന്നത് സിം ടൂൾ ആണ്. ഇപ്പൊ സിം മാറി അത് സോർ എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോയി, അതായത് ഓട്ടോമേഷനും കൂടെ നമ്മൾ വന്നു. പിന്നെ ഇതെല്ലാം എന്താണ്, ഡാറ്റ ഇൻജസ്റ്റ് ചെയ്യണം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കൊരു സസ്പീഷ്യസ് IP അഡ്രസ്സിൽ നിന്ന് കുറച്ച് അലേർട്സ് വന്നു, അല്ലെങ്കിൽ കുറച്ച് കമ്മ്യൂണിക്കേഷൻ റിക്വസ്റ്റ് വന്നെങ്കിൽ ഈ സസ്പീഷ്യസ് IP ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? നമുക്കത് പുറത്തുനിന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ കുറച്ച് ഡാറ്റ, ത്രെറ്റ് ഡാറ്റ നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ പല പല ലോഗ്സ് നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ പറയുന്നതിന് നമ്മൾ പറയാൻ കോണ്ടെക്സ്റ്റുവൽ ഡാറ്റ. ഈ ഡാറ്റയും കൂടെ നമ്മൾ സിമ്മൽ ടൂളിലേക്ക് എടുക്കും. അതായത് നമ്മുടെ അസറ്റിന്റെ ലോഗിന്റെ കൂടെ തന്നെ ഈ ഡാറ്റയും കൂടെ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് അലേർട്ടൊക്കെ ട്രിഗർ ചെയ്യുന്നത്. ഇപ്പൊ ഒരു യൂസർ ഒരു സസ്പീഷ്യസ് വെബ്സൈറ്റിലേക്ക് ലോഗിൻ ബ്രൗസ് ചെയ്തു എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ എന്തെങ്കിലും നമ്മളെ കയ്യിൽ ഒരു ലിസ്റ്റ് ഓഫ് വെബ്സൈറ്റ്സ് ഉണ്ടാവും, നമ്മൾ ഓൾറെഡി മാർക്ക് ആസ് സസ്പീഷ്യസ്. അപ്പൊ ഇതൊക്കെ നമുക്ക് പുറത്തുനിന്ന് എടുക്കേണ്ട ഡാറ്റയാണ്. അപ്പൊ ഈ കണ്ടക്സ്റ്റുവൽ ഡാറ്റ അല്ലെങ്കിൽ ത്രെറ്റ് ഇന്റലിജൻസ് ഡാറ്റ എന്നുള്ള രീതിയിലാണ് അതിനെ പറയുന്നത്. പിന്നെ IOC എന്ന് പറയും, അതായത് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് കോംപ്രമൈസ്. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ടെക്നിക്കൽ ടേംസ് ആണ് സോക്കിൽ. നമ്മൾ ആദ്യം അലേർട്ട് വന്നു, ഇവിടെ ഇൻജസ്റ്റ് ചെയ്തു, നമുക്ക് അലേർട്ട് വന്നു, നമ്മൾ സോക്ക് അനലിസ്റ്റ് L1 എന്ന് പറയുന്നത് എന്താണ്, ആളിത് നോക്കുകയാണ്, ഈ കോംപ്രമൈസ് ആവാനുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ. ട്രയാഡ് സ്റ്റേറ്റ് ആണത്. അവർ നോക്കും, ഈ ഓരോ ഇൻസിഡന്റിനെ വാലിഡേറ്റ് ചെയ്യും, യെസ് ഓർ നോ, വർക്കിംഗ് ആണോ അല്ലേന്ന് നോക്കി. അത് ഇൻസിഡന്റ് ആണ് നമുക്ക് മനസ്സിലാവുകയാണ്, അറ്റാക്ക് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നേരെ ഇൻസിഡന്റ് മാനേജ്മെന്റ് ടീമിലേക്ക് റിപ്പോർട്ട് ചെയ്യാണ്. എന്നിട്ട് അവരാണ് വീണ്ടും ഇത് വാലിഡേറ്റ് ചെയ്യുന്നത്, എപ്പോഴുണ്ടായി ഇൻസിഡന്റ്, അതിന്റെ കാരണം എന്തായിരുന്നു, എപ്പോഴാണ് ഇൻസിഡന്റ് റെസ്പോണ്ട് ചെയ്തത്. പിന്നെ ഇത് ഫുൾ അനാലിസിസ് ഫേസിലേക്ക് പോകും. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ഓരോ ഇൻസിഡന്റും അല്ലെങ്കിൽ ഓരോ അറ്റാക്കും വന്നു കഴിഞ്ഞാൽ റെമഡിയേറ്റ് ചെയ്യും, മിറ്റിഗേറ്റ് ചെയ്യും. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, അത് കണ്ടെയ്ൻ ചെയ്യും. അതായത് ആ ഒരു അറ്റാക്കിനെ അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് ആണോ എടുക്കുന്നത്, ലിമിറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്താണോ അത് നമ്മൾ എടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ആ ഒരു അതിനെ റെമഡിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കും, മിറ്റിഗേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കും. ഏറ്റവും അവസാനം നമ്മളത് ബാക്കപ്പ് എന്നുള്ള രീതിയിലേക്ക് വരും, ബാക്ക് ടു നോർമൽ അല്ലെങ്കിൽ ബിസിനസ് കണ്ടിന്യൂറ്റിയുടെ ഭാഗമായിട്ട് അത് വരും. അപ്പൊ ഒരു ഇൻസിഡന്റ് വന്നു കഴിഞ്ഞാൽ ഒരു ഇൻസിഡന്റ് മാനേജ്മെന്റ് ടീം നമ്മൾ സോക്ക് മാത്രമായിരിക്കില്ല, അപ്പൊ ഏത് അപ്ലിക്കേഷൻ ആണോ അപ്പൊ അപ്ലിക്കേഷന്റെ ആൾക്കാരുണ്ടാവും. ഇപ്പൊ ലീഗൽ ആക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ലീഗൽ ടീം ഉണ്ടാവും. അപ്പൊ ഈ എല്ലാ ടീമിനെയും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് നമ്മളായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവരെ ഒരു ഇൻസിഡന്റ് മാനേജ്മെന്റ് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത് എപ്പോഴും ഈ ഇൻസിഡന്റ് റെസ്പോൺസ് ടീമിലുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സോക്ക് ടീം എന്ന് മാത്രമായിരിക്കും പറയുന്നുണ്ടാവും, അവരായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യും. ഇപ്പൊ ഒരു നമ്മൾ ക്ലയന്റിന് കൊടുത്ത ഒരു അപ്ലിക്കേഷനിലാണ് ഒരു അറ്റാക്ക് വന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവർക്കത് റിപ്പോർട്ട് അയക്കണം. അപ്പൊ RCA എന്ന് പറയും, റൂട്ട് കോസ് അനാലിസിസ്. ആ റിപ്പോർട്ട് നമ്മൾ അയക്കണം. അപ്പൊ ഇതെല്ലാം ഈ ഡോക്യുമെന്റേഷനും ഓൾസോ ഈ സോക്ക് ടീമിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ ഇതൊരു സൈക്കിളായിട്ട് പോവും. അതായത് വീണ്ടും ഈ എന്തെങ്കിലും മെഷർമെന്റ് എടുക്കണോ,
അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അറ്റാക്ക് വന്നത്, അപ്പൊ അതിൽ ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ അടുത്ത ടീമിലേക്ക് ചിലപ്പോൾ ഡെവലപ്പേഴ്സിനായിരിക്കും കൊടുക്കണ്ടാവുക, അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് ടീമിനായിരിക്കും ആക്ഷൻ എടുക്കാനുണ്ടാവുക. അപ്പൊ അതൊക്കെ ചെയ്യേണ്ടത് ഒരു സോക്ക് ടീമിന്റെ അല്ലെങ്കിൽ ഡിഫൻസീവ് ടീമിന്റെ ഭാഗമായിട്ടുള്ള ജോബ്സ് ആണ്. ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം ട്രയാജ് വരുന്നു, പിന്നെ ത്രെറ്റ് ഹണ്ടിങ് എന്നുള്ള കൺസെപ്റ്റ് വരുമ്പോൾ എവിടേക്കാണ്, അല്ലെങ്കിൽ അഡ്വാൻസ് ഡിറ്റക്ഷൻസ്. അപ്പോ ഈ ഒരു സോക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സോക്ക് പ്രൊഫഷണലിനെ നമുക്ക് പിന്നീട് വേണ്ടെങ്കിൽ എന്താവാം, ഇൻസിഡന്റ് റെസ്പോണ്ടർ എന്നുള്ള ജോബിലേക്ക് പോവാം, ഫോറൻസിക് അനാലിസിസ് എന്നുള്ള ജോബിലേക്ക് പോവാം, ത്രെറ്റ് ഹണ്ടർ ആവാം, സോക്ക് മാനേജർ, ഈവൻ നമുക്ക് ചീഫ് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി ഓഫീസർ സിസോ എന്ന റോളിലേക്ക് വരെ നമുക്ക് ഈ സോക്ക് അനലിസ്റ്റ് L1 നിന്ന് നമുക്ക് ജമ്പ് ചെയ്ത് പോവാവുന്നതാണ്. അപ്പോൾ സോക്ക് എന്ന് പറയുന്നത് ഒരു ഡെഡ് എൻഡ് അല്ല, അതൊരു ലോഞ്ച് പാഡ് ആയിട്ടാണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് സ്കിൽസ് വെച്ചിട്ട് നമുക്ക് സോക്കില് ആവശ്യമാണ്. എല്ലാ സ്കിൽസും നമുക്ക് വേണമെന്ന് അതിന് പറയാം. കാരണം ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഒരു അറ്റാക്ക്, ഒരു ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു അറ്റാക്ക് വന്നു, അതിന്റെ ലോഗ് കിട്ടി. ആ ലോഗ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് ആണെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ അറ്റാക്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ നമ്മൾ പറയുന്ന പോലെ ഒരു നല്ല കള്ളനാണ് പോലീസ് ആവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാ അറ്റാക്കും കാര്യങ്ങളും അറിയുന്ന ഒരു സോക്ക് അനലിസ്റ്റിനെ കുറച്ചും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഹൗ ദേ ആക്ട് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാൻ പറ്റും. അപ്പൊ ഈ സോക്ക് അനലിസ്റ്റിന്റെ പ്രധാനമായിട്ടുള്ള സ്കില്ലാണ് അത്. ഏറ്റവും അല്ലെങ്കിൽ ഒരു ഫ്രഷർ എന്ന് പറയുമ്പോൾ ഇതൊന്നും അല്ല കേട്ടോ വേണ്ടത്, ജസ്റ്റ് ബേസിക്സ് ആണ്. അല്ലെങ്കിൽ നെറ്റ്വർക്ക് എന്താണ്, ഡിവൈസ് എന്താണ്, സെർവർ എന്താണ്, അങ്ങനത്തെ ബേസിക് കാര്യങ്ങളിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ വിൻഡോസിന്റെ ലിനക്സ് കമാൻഡ്സ്, പിന്നെ മൈറ്റർ അറ്റാക്ക് എന്ന് പറയുന്നത് ഞാൻ പറയാം. പിന്നെ വരുന്നതാണ് ലോഗ് അനാലിസിസ്, കിട്ടുന്ന ലോഗ് നമ്മൾ അനലൈസ് ചെയ്യുക. പിന്നെ കുറച്ച് എക്സാമ്പിൾ ഓഫ് ടൂൾസ് ആണ് സിം, സോറസ്, സ്പ്ലങ്ക്, സെന്റിനൽ, ക്യൂറഡാർ. ഇതൊക്കെ നിങ്ങൾക്ക് ഇനി കേൾക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്ട്രൈക്ക് ചെയ്യാനാണ്, ഇതെല്ലാം സോക്കിൽ ഉപയോഗിക്കുന്ന ടൂൾസ് ആണെന്ന് സ്ട്രൈക്ക് ചെയ്യാനാണ്. ഗൂഗിൾ സെക്കോപ്സ്, വസു, ഇതില് പെയ്ഡ് ടൂൾസ്, മോസ്റ്റ് ഓഫ് ദി സിം ടൂൾസ് ആർ പെയ്ഡ് ആണ്. വസു പോലെയുള്ളതൊക്കെ നമുക്ക് ELK എന്നൊക്കെ പറയുന്നത് ഓപ്പൺ സോഴ്സ് ടൂൾസ് ആണ്. പിന്നെ EDR, എൻഡ് പോയിന്റ് ഡിറ്റക്ഷൻ ടൂൾസ് ഉണ്ട്, ക്രൗഡ് സ്ട്രൈക്ക്, ഡിഫൻഡർ, അതൊക്കെ EDR ടൂൾസിലേക്കാണ്. കുറെ ടൂൾസ് ഉണ്ട് സോക്കിന് വരുമ്പോൾ, ടൂൾ ബേസ്ഡ് ആണ് കുറെയൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞു മൈറ്റർ അറ്റാക്ക്, ഇതൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് ആണ്. ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ടാക്ടിക്സ് ആൻഡ് ടെക്നിക്സ് ആണ്. അതായത് ഒരു അറ്റാക്കർ എന്തൊക്കെ ടെക്നിക്കാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്തതെന്ന് ഒരു ഡിഫൻഡറിന്റെ ലെവലിലും അല്ലെങ്കിൽ ഒരു ഒഫൻസീവ് ആളുടെ ലെവലിൽ നിന്ന് നോക്കുന്നത് സെയിം ഈ ഫ്രെയിംവർക്ക്. അപ്പൊ അത് ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാം റെക്കഗ്നൈസൻസ്, അതായത് സ്കാനിങ്. നമ്മൾ ആദ്യം ഒരു സാധനത്തിന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും, നമ്മൾ എന്ത് ചെയ്യണം, അവിടെ സ്കാൻ ചെയ്ത് നോക്കണം, അവിടുത്തെ വൾണറബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ നമ്മൾ സ്കാൻ ചെയ്യണം. അപ്പൊ ആ സ്കാനിങ്ങിന് ഉപയോഗിക്കുന്ന 11 ടെക്നിക്സ് ഉണ്ട്. ഈ 11 ടെക്നിക്സിൽ പിന്നെയും അത് അടുത്ത ഇതായിട്ട് പോകുന്നുണ്ട്, ബ്രാഞ്ചസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടാണ് ഓരോ സിം ടൂൾസും അലേർട്ടും ജനറേറ്റ് ചെയ്യുന്നത് പറയും. ഇപ്പൊ ഡിഫൻസിവേഷൻ എന്ന് പറയുമ്പോൾ 7th വൺ, 47 ടെക്നിക്സ് ആണ് ഡിഫൻസിവേഷൻ ഉള്ളത്. അപ്പൊ ഏത് ടെക്നിക്കാണ് അവർ യൂസ് ചെയ്തത് എന്നുള്ള രീതിയാണ്. അപ്പൊ ഇത് ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ മൊത്തമായിട്ട് ഇതിന്റെ ട്രെയിനിങ് ഒക്കെ അതിൽ തന്നെ കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ ഫിഷിംഗ് ഇൻ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഓരോ സ്റ്റേജ്, ക്രെഡൻഷ്യൽ ആക്സസ് ഇപ്പൊ ഏതൊക്കെയാ, അഡ്വൈസറി, ബ്രൂട്ട് ഫോഴ്സ്, പിന്നെ പാസ്വേഡ് സ്റ്റോർ ചെയ്തെന്ന് ക്രെഡൻഷ്യൽ എങ്ങനെയാണ് ആക്സസ് ചെയ്തത്. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും അധികം അറിഞ്ഞിരിക്കേണ്ട ഒരു ഫ്രെയിം വർക്കാണ്. അറ്റാക്സിന്റെ നോളേജ് ആണ്, ആസ് വെൽ ആസ് ഏത് സ്റ്റേജിലായിക്കൂടെയാണ് അവർ വന്നിട്ടുണ്ടാവുക എന്ന് നമുക്ക് ഒരു ഡിഫൻഡറിന്റെ സൈഡിൽ നിന്നും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയിം വർക്കാണ് മൈറ്റർ എന്ന് പറയുന്നത്. പിന്നെ സോക്ക് സർട്ടിഫിക്കേഷൻസ് ആണ്. സോക്ക് സർട്ടിഫിക്കേഷൻ ഒരു ബിഗിനറിന്റെ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ നോക്കുന്നത് സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, ഒരു സപ്പോർട്ടാണ്, നമുക്കൊരു കരിയറിലേക്ക് കയറാനുള്ള സപ്പോർട്ടാണ്. അതിപ്പോ ചിലപ്പോ അവർ CH ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്ലസ്, SC 900, പിന്നെ EC കൗൺസിലിന്റെ സെക്യൂരിറ്റി സോക്ക് അനലിസ്റ്റ്, അല്ലെങ്കിൽ ചില ഓർഗനൈസേഷൻസ് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്. ഇപ്പൊ ഒരു എൻട്രി ലെവൽ അവർ എപ്പോഴും നോക്കുന്നത് ഈ ആൾക്ക്
സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് അറിയോ, അല്ലെങ്കിൽ അതിലെ ടേംസ് അറിഞ്ഞിരിക്കുന്നുണ്ടോ, ബേസിക്സ് അറിഞ്ഞിരിക്കുന്നുണ്ടോ എന്നാണ്. അവിടെ ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒരു റെസ്യൂം വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കേഷൻ ഉള്ള ആൾക്കായിരിക്കും മുൻതൂക്കം. കാരണം അയാൾക്ക് അവിടെ ഒരു ഈ നോളേജ് ഉണ്ട് എന്നുള്ള തെളിവാണ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇന്റർവ്യൂ ലെവൽ വരെ എത്താനേ ആ സർട്ടിഫിക്കേഷൻ കൊണ്ട് ഉപയോഗമുള്ളൂ. കാരണം നമ്മൾ ഇന്റർവ്യൂ ലെവലിൽ അവർക്ക് മനസ്സിലാവും നമുക്ക് സംഭവം അറിയോ എന്നുള്ളത്. പിന്നെ ഉള്ളതാണ് അപ്പൊ കുറച്ചും കൂടെ സോക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ആണ് SC200, CSA+, പിന്നെ CSA എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി സോക്ക് അനലിസ്റ്റ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷൻ തന്നെയാണ്. CH പെൻ ടെസ്റ്റിങ്ങിനും യൂസ് ചെയ്യും, സോക്കിന് അതായത് എൻട്രി ലെവലിൽ യൂസ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആണ്. പിന്നെ വരുന്നതാണ് ഇന്റർമീഡിയറ്റ് ലെവല്, അതായത് ഞാൻ GCI GIAC സർട്ടിഫൈഡ് ആണ്. അത് ഇന്റർനാഷണൽ വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കേഷൻ ആണ്. അത് GIAC സർട്ടിഫൈഡ് ഇൻസിഡന്റ് ഹാൻഡ്ലർ ആണ്. ഒരു ഇൻസിഡന്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ മൈറ്റർ പറഞ്ഞതുപോലെ തന്നെ സ്കാനിങ് സ്റ്റേജ് മുതൽ ബാക്ക് ടു ബിസിനസ് എന്നുള്ള സ്റ്റേജിലേക്ക് എത്തുന്നത് വരെ മൊത്തം ഡീറ്റെയിൽസ് നമ്മൾ കവർ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് GIAC സർട്ടിഫൈഡ്. അതിന് അത്യാവശ്യം വാല്യൂ ഉള്ള സർട്ടിഫിക്കേഷൻ ആണ്. പിന്നെ വരുന്നതാണ് ഇപ്പൊ നമ്മൾ കേൾക്കുന്നുണ്ട് ഒഫൻസീവ് സെക്യൂരിറ്റി, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് സോക്ക് എന്നുള്ള ഒരു ബേസിലാണ്. പിന്നെ വരുന്നതാണ് ഒഫൻസീവ് സെക്യൂരിറ്റി അല്ലെങ്കിൽ പെൻ ടെസ്റ്റിംഗ് ജോബ് റോൾസ്. അവിടെ എന്താണ് വി ആർ ഫോക്കസിങ് ഓൺ സിമുലേറ്റിംഗ് റിയൽ അറ്റാക്സ് അഗെയിൻ ദ സിസ്റ്റംസ് ആണ്. അപ്പോ ഈ പെൻ ടെസ്റ്റർ എപ്പോഴും ട്രൈ ചെയ്യുന്നത് ഈ സിസ്റ്റത്തിലേക്ക് ബ്രേക്ക് ചെയ്യാനാണ്. അതായത് ഒരു അൺഓതറൈസ്ഡ് ആക്സസ് ആണ്. എന്തിനാണ്? ടു ചെക്ക് ഹൗ സെക്യൂർ ഇസ് ദ സിസ്റ്റം ഓർ ആപ്ലിക്കേഷൻ ഫോർ ടെസ്റ്റിംഗ് പർപ്പസ് ആണ്. സോ പെൻട്രേഷൻ ഈസ് ടെസ്റ്റിംഗ് ലൈക്ക് സെക്യൂരിറ്റി പ്രൊഫഷണൽ ബ്രേക്കിംഗ് ഇൻ ടു യുവർ ഹൗസ്, ലൈക്ക് വിത്തൗട്ട് യുവർ പെർമിഷൻ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് കയറിയാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് അവര് ചെയ്യുന്നത്. അപ്പൊ ഇതെന്തിനാണ്? ഈ ഗോൾ എന്ന് പറയുന്നത് എന്താ? ഒരു സിസ്റ്റത്തിന്റെ വൾണറബിലിറ്റി എന്ന് പറഞ്ഞാല് ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കുക, അത് കഴിഞ്ഞിട്ട് അത് ഫിക്സ് ചെയ്യുക. അതല്ലെങ്കിൽ വേറൊരാള് പുറത്തുനിന്ന് ഒരു അറ്റാക്കർ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു മലീഷ്യസ് ആക്ടർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇതെന്ത് ചെയ്യണം? നമ്മൾ സിമുലേറ്റ് ചെയ്ത് നോക്കുകയാണ്, എന്നിട്ട് ആ വൾണറബിലിറ്റി ഒക്കെ പാച്ച് ചെയ്യാണ്. അപ്പൊ ഇതില് വരുന്ന ജോബ് റോൾസ് ആണ് പെൻട്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ വൾണറബിലിറ്റി എക്സ്പ്ലോയിറ്റേഷൻ, അല്ലെങ്കിൽ അഡ്വൈസറി സിമുലേഷൻസ്. പിന്നെ ഇതില് ജോബ് റോൾസ് പറയുമ്പോൾ പെൻട്രേഷൻ ടെസ്റ്റർ, റെഡ് ടീം ഓപ്പറേറ്റർ, ബഗ് ബൗണ്ടി ഇപ്പൊ പറയുമ്പോൾ ഇതുപോലെ വെബ്സൈറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിലെ ബഗ്സ് ഇപ്പൊ ഓർഗനൈസേഷൻ തന്നെ പുറത്തുവിടും, ഞങ്ങളുടെ ബഗ്സ് കണ്ടുപിടിക്കാൻ പറയും. അപ്പോ നമുക്ക് ഇപ്പൊ സ്റ്റുഡൻസ് ഒക്കെ ഒരുപാട് ചെയ്യുന്ന കാര്യമാണ്. ഈ ബഗ് ബൗണ്ടി ഒക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. പഠിക്കുന്ന കൂടെ തന്നെ അതിന്റെ ബഗ്സ് കണ്ടുപിടിച്ചു കൊടുക്കുക. അതായത് വെബ് ആപ്ലിക്കേഷൻസിലുള്ള അറ്റാക്സും കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക, സിമുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ ചില ഓർഗനൈസേഷൻസ് വിളിക്കും, ഇന്ന സമയത്തിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തരാൻ പറയാം. കാരണം അവരവരെ സാധനം സെക്യൂർഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഒരു റിയൽ അറ്റാക്കറിന്റെ മൈൻഡിൽ കൂടെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അപ്പൊ ബഗ് ബൗണ്ടി ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊരു ഇന്റർവ്യൂവിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. സോ പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ പോപ്പുലാരിറ്റി പോലെ ഒഫൻസീവ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ബിഗിനർ ഫ്രണ്ട്ലി അല്ല. അതായത് ഇപ്പൊ നമ്മളൊരു 20 പേര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് ഒരാൾക്കായിരിക്കും പെൻ ടെസ്റ്റിംഗ് കിട്ടുന്നത്, ബാക്കി 19 ആൾക്കാർക്കും സോക്കാണ് കിട്ടാൻ ചാൻസ്. പെൻ ടെസ്റ്റിംഗ് ഇഷ്ടമുള്ളവർക്ക് കിട്ടും, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആ രീതിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോ പക്ഷെ ഇതിന് ആവശ്യം ഇതുപോലെ തന്നെയാണ്, സ്ട്രോങ് ഫണ്ടമെന്റൽസ് ആവശ്യമാണ്, അതുപോലെ തന്നെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പ്രാക്ടീസ് ആവശ്യമാണ്. ഓരോ അറ്റാക്കും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കണം, എന്നാലാണ് നമുക്ക് ഈ ഒരു ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഒരു സെക്കൻഡ്, നമ്മള് 8:10 നമുക്ക് ഒരു കുറച്ചുകൂടെ ഒരു പാതിയിൽ എത്തുന്നേ ഉള്ളൂ. ഓക്കെ. ഇനി നമ്മൾ ഇതിൽ പറയുന്ന സർട്ടിഫിക്കേഷൻസ് ആണ് മെയിൻ ആയിട്ട് പോകുന്നത്. ബിഗിനിങ് ലെവലിൽ ഇതുപോലെ തന്നെ CEH പോവാം, EC കൗൺസിലിന്റെ CEH, ജൂനിയർ പെൻ ടെസ്റ്റർ EJPT,
സെക്യൂരിറ്റി പ്ലസ്, പിന്നെ ഇന്റർമീഡിയറ്റ് ലെവലിൽ ഇപ്പോൾ ചിലരൊക്കെ OSCP തന്നെ നേരിട്ട് ചോദിക്കുന്നുണ്ട് കമ്പനികളൊക്കെ. പക്ഷെ അഡ്വാൻസ്ഡ് ലെവലാണത്. പക്ഷെ OSCPന്റെ ഒന്നും ആവശ്യമില്ല, അത് അഡ്വാൻസ്ഡ് ലെവൽ. അപ്പൊ ഇതൊക്കെയാണ് പെൻ ടെസ്റ്റിംഗ് എന്നുള്ള രീതിയിലേക്കുള്ള സർട്ടിഫിക്കേഷൻസ് വരുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, എങ്ങനെയാണ് ഒരു പെനിട്രേഷൻ ടെസ്റ്റിംഗിലേക്ക് ഒരു കരിയർ. അപ്പൊ ആദ്യം ബേസിക്സ് ആണ്, നെറ്റ്വർക്ക്, OS, വെബ് ആപ്ലിക്കേഷൻ, സെക്യൂരിറ്റി കൺസെപ്റ്റ്സ്, വൾണറബിലിറ്റി അസസ്മെന്റ്, ഇതിന്റെയൊക്കെ ബേസിക്സ് അറിഞ്ഞിരിക്കണം. പിന്നുള്ളത് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ റിസ്ക് മാനേജ്മെന്റ്, എന്താണ് ഒരു റിസ്ക് അല്ലെങ്കിൽ ഒരു വൾണറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവാൻ ചാൻസ്, അല്ലെങ്കിൽ ഒരു അറ്റാക്ക് എങ്ങനെയാണ് ആക്ച്വലി ഹാപ്പ് ചെയ്യണം, അതാണ് ത്രെറ്റ് മോഡലിംഗ് എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ വരുന്നത്. പിന്നെ ഹാക്കിംഗ് ചലഞ്ചസിൽ പങ്കെടുക്കുക, ബഗ് ബൗണ്ടി പ്രോഗ്രാംസിൽ നമ്മൾ പങ്കെടുക്കുക, പിന്നെ ഈ സൈബർ ഡോം അങ്ങനത്തെ സൈബർ സെൽ അങ്ങനത്തെ വളണ്ടിയർ ആയിട്ട് നിൽക്കുക, പേഴ്സണൽ പ്രൊജക്ട്സ് ചെയ്യാൻ പറ്റുക, ഇതൊക്കെ നമ്മളെ കരിയറിനെ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാ. പിന്നെ സർട്ടിഫിക്കേഷൻസ് എടുക്കുക, പിന്നെ അതുപോലെ തന്നെ വേറെ പെൻ ടെസ്റ്റേഴ്സിനായിട്ട് അവരായിട്ട് നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യാൻ നോക്കുക. പിന്നെ ഓൺലൈനായിട്ടും ഓഫ്ലൈൻ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും പെൻട്രേഷൻ, അപ്പൊ അവരായിട്ട് അത് ജോയിൻ ചെയ്ത്, ഇതൊക്കെ നമ്മളെ ഒരു ജോബ് കിട്ടാൻ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ഈ സ്കില്ലൊക്കെ നമ്മൾ തന്നെ ബിൽഡ് ചെയ്താൽ തന്നെ നമുക്ക് സർട്ടിഫിക്കേഷനായി, എക്സ്പീരിയൻസ് ആയി, നമുക്ക് ഈസി ആയിട്ട് ഒരു പെൻട്രേഷൻ ടെസ്റ്റിംഗ് ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ നിന്നാണ് ഇതൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്ലേസ്മെന്റ്സ് എല്ലാം ഒക്കെ ഉണ്ടാവും. ഇനി നെക്സ്റ്റ് കംസ് ആണ്, അപ്പൊ നമ്മള് പ്രധാനമായിട്ടുള്ള ഒരെണ്ണം സോക്ക് കഴിഞ്ഞു, പിന്നെ ഒരെണ്ണം വരണാണ് പെൻ ടെസ്റ്റിംഗ്. അടുത്തതാണ് നമ്മൾ ഓഡിറ്റിംഗ്, GRC എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുന്നത്. അപ്പൊ ഇത് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിലാണ്, അതൊരു കംപ്ലയൻസ്, റിസ്ക്, അങ്ങനത്തെ മാനേജിങ് സെക്യൂരിറ്റി ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോഴാണ് GRC എന്നുള്ള കൺസെപ്റ്റ് വരിക. അപ്പൊ അവിടെ വരുന്നത് പോളിസി ക്രിയേഷൻ, റിസ്ക് അസസ്മെന്റ്, പിന്നെ കംപ്ലയൻസ്, റീഅഷ്വറിംഗ് ദ കംപ്ലയൻസ്, എൻഷുറിംഗ് കംപ്ലയൻസ്, അവിടെ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും, റെഗുലേഷൻസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും GRCയിൽ വരുന്നത്. അതായത് ആദ്യം ഒരു സെക്യൂരിറ്റി ബിൽഡ് ചെയ്യണം, അപ്പൊ ആ ബിൽഡ് ചെയ്യണ കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇതിലാണ്. അപ്പോൾ ഇതില് GRC പ്രൊഫഷണൽസിന് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, ഡോക്യുമെന്റേഷൻ സ്കില്ല് വേണം, അനലിറ്റിക്കൽ മൈൻഡ് സെറ്റ് വേണം. അപ്പോ അതായത് ഒരു ടെക്നോളജീന്റെ കൂടെ തന്നെ ഒരു ബിസിനസ്സും കൂടെ തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് GRC എന്ന് പറയുന്ന രീതിയിലേക്ക് പോവാൻ എളുപ്പമുണ്ടാവുക. ഇനി ഈ GRC അതായത് ഗവേണൻസ്, റിസ്ക് ആൻഡ് കംപ്ലയൻസ് ആണ് GRC. ഈ GRC എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു ടോപ്പ് ലെവൽ ലീഡർഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് പോകുന്നതാണ്. അവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാവുക, CEO, CISO എന്നൊക്കെ ആയിരിക്കും. പിന്നെ റിസ്ക്, ഇപ്പൊ ഒരു കമ്പനിയുടെ റിസ്ക് മാനേജ്മെന്റ്, സൈബർ സെക്യൂരിറ്റി മാത്രമല്ല, ഇപ്പൊ ഒരു കമ്പനി ഒരു പെട്രോൾ പമ്പിന്റെ അടുത്താണ് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു റിസ്ക് ആണ്. അപ്പൊ അങ്ങനത്തെ റിസ്ക് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ടീം നോക്കുന്ന പോലെ തന്നെ ഉണ്ട്. പിന്നെ ബിസിനസ് യൂണിറ്റ് ഹെഡ്സ്, അതൊക്കെ റിസ്കിൽ വരും. പിന്നെ അതുപോലെ കംപ്ലയൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, GDPR കംപ്ലയൻസ്, HIPAA, PCI DSS അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഓഡിറ്റിംഗ് ടീം, ഇപ്പോ ഒരു കമ്പനിയുടെ ഇന്ന കാര്യങ്ങൾ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കൺട്രിയിൽ ഇന്ന ലോ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ കാര്യങ്ങളാണ് കംപ്ലയൻസ് എന്നുള്ള കൺസെപ്റ്റില് വരുന്നത്. അപ്പൊ GRC പ്രധാനമായിട്ടും ഇതാണ്. അപ്പോ അതിന്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നതാണ് ടെക്നിക്കൽ ഒരു 40%, 60% ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മൾ നോക്കുക. ഇതിന് എൻട്രി റോൾസ് ലിമിറ്റഡ് ആണ്. പക്ഷെ ഇപ്പൊ ഒരു നല്ല ഗ്രോത്ത് ഉള്ള ഒരു കരിയർ ആണ്. ഇനിയിപ്പോ നമ്മൾ നമ്മുടെ ഓർഗനൈസേഷനിൽ ISOനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ജോബ് റോളിലേക്ക് പോകാൻ കുറച്ചും കൂടെ സിമ്പിൾ ആയിരിക്കും. അവർക്ക് കംപ്ലയൻസ് ലീഡ്, റിസ്ക് മാനേജർ, അങ്ങനത്തെ GRC അനലിസ്റ്റ്, അങ്ങനത്തെ ജോബ് റോളിലേക്കൊക്കെ പോവാൻ പറ്റും. പിന്നെ അതിന് വരുന്ന സർട്ടിഫിക്കേഷൻ ആണ് SC 900, ബിഗിനർ ലെവലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ISO 27001, CISA, CISM, CISSP, ഇതൊക്കെ GRC സർട്ടിഫിക്കേഷൻസിൽ വരുന്ന. CISSP ഒക്കെ എല്ലാത്തിലും വരും, പക്ഷെ ഇത് കുറച്ചും കൂടെ CISSP ബിസിനസ് ഓറിയന്റഡ് ആയിട്ടാണ്. ബാക്കി എല്ലാ സെക്യൂരിറ്റി കൺസെപ്റ്റും ഒരു ഫ്ലോട്ടിംഗ് എന്നുള്ള രീതിയിലാണ് CISSPയിൽ പോകുന്നത്. ഇനി വരുന്നതാണ് അടുത്തൊരു ടീമാണ് കമ്പനികളിലെ ISMS ടീം, ഇൻഫോർമേഷൻ സെക്യൂരിറ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയും.
അതായത് ഒരു ഓർഗനൈസേഷനിലെ പീപ്പിൾ, പ്രോസസ്, ടെക്നോളജി ഇതിനൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് ഇത് എൻഷുർ ചെയ്യാണ്. ഇതെല്ലാം സെക്യൂരിറ്റി ഉണ്ട് എന്ന് എൻഷുർ ചെയ്യുന്ന ടീമാണ് ISMS ടീം. അപ്പൊ അതായത് അവരുടെ പ്രധാനമായിട്ട് അവർ നോക്കുന്നത് കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി. ഇപ്പൊ നമ്മളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സർവീസ് അവൈലബിൾ ആണോ നോക്കുന്ന ടീമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ എൻക്രിപ്റ്റഡ് ആണോ, കോൺഫിഡൻഷ്യൽ ആണോ, അല്ലെങ്കിൽ ഡാറ്റ ഇന്റഗ്രിറ്റി പുറത്തേക്ക് അതിന് ചേഞ്ചസ് ഒന്നും വരുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യുന്ന ടീമാണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ബ്രേക്ക് ആയാലാണ് നമ്മൾ അവിടെ സെക്യൂരിറ്റി ഇൻസിഡന്റ് നടന്നു എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകുന്നത്. CIA എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് നമ്മുടെ സൈബർ സെക്യൂരിറ്റിയിൽ. CIA ട്രയാഡ് എന്നാണ് ഇതിനെ പറയാ. ഇനി ISO പറഞ്ഞില്ല നമ്മൾ, അത് എന്താണ്, ഈ സെക്യൂരിറ്റി മാനേജ്മെന്റിൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് എല്ലാത്തിനും ഒന്നൊരു ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകണല്ലോ. അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡ് ആണ് എല്ലാ കമ്പനികളും ഒരുപോലെ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് ഈ ISO EC 27001 എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. ഇനി ISMS എന്ന് പറയുന്നത് ഒരു മാനേജ്മെന്റ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡെഫിനിഷൻസും കാര്യങ്ങളും റിക്വയർമെന്റ്സ് ഒക്കെ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആണ് ISO 27001. അത് ഒരു എഫക്റ്റീവ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് കമ്പനികളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോ ഇതെന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ഡാറ്റ പ്രൊട്ടക്ഷൻ, നമ്മുടെ ഓർഗനൈസേഷന് ട്രസ്റ്റ് ഉണ്ടല്ലോ, ഇതൊക്കെ ബിസിനസിന്റെ ഭാഗമാണ്. ട്രസ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് ഗ്രോത്ത്, ഇതൊക്കെ വരുന്നതാണ് ISMS എന്നുള്ള കൺസെപ്റ്റ് ടീം. അപ്പൊ ഇതിന്റെ ഒരു ബിസിനസ് ബെനിഫിറ്റ് ആണ് ഈ പറയുന്നത്. ഇതൊക്കെ ഒരു സൈബർ സെക്യൂരിറ്റി ജോബ് റോളിൽ വരുന്നതാണ് കേട്ടോ. റെഗുലേഷൻസ്, ഇതെല്ലാം അതിന്റെ ഗുണങ്ങൾ. നമ്മൾ ഡിഫെൻസീവ് പറഞ്ഞ പോലെ തന്നെ ISO 270ന്റെ ഗുണങ്ങൾ. അതിപ്പോ അത്ര ഇതിൽ പോകണമെന്നില്ല. ഇനി അതിന് വരുന്ന സർട്ടിഫിക്കേഷൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുടെ സെക്യൂരിറ്റി മാനേജർ, സർട്ടിഫൈഡ് ഇൻഫോ സെക്യൂരിറ്റി മാനേജർ, CISSP, കോംഷ്യ സെക്യൂരിറ്റി, ഇതൊക്കെ എൻട്രി ലെവലിൽ എല്ലാത്തിനും യൂസ് ചെയ്യുന്നതാണ്. പിന്നുള്ളതാണ് റിസ്ക് മാനേജർ, CRIC, റിസ്ക് ആൻഡ് കൺട്രോൾസ്, പിന്നെ ക്ലൗഡ് ആൻഡ് പ്രൈവസി. ഇതെല്ലാം ഈ ISO എന്ന് പറയുന്ന അല്ലെങ്കിൽ GDPR സർട്ടിഫിക്കേഷൻ, DPO, അതൊക്കെ ഓരോ ക്ലയന്റിനനുസരിച്ച് അല്ലെങ്കിൽ ഏത് കൺട്രിയിലാണ് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യണതിനനുസരിച്ചുള്ളതിരിക്കും. പിന്നതാണ് ബിസിനസ് കണ്ടിന്യൂറ്റി മാനേജ്മെന്റ്. അതായത് ഇപ്പൊ ഡിസാസ്റ്റർ റിക്കവറി, നമ്മളുടെ ഒരു ഓർഗനൈസേഷന്റെ ബിസിനസ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് വന്നു കഴിഞ്ഞാൽ എത്രയും കുറവ് ഡിസ്റപ്ഷൻ ഉണ്ടാക്കാൻ പറ്റുക, ടൈംലി റിക്കവർ ചെയ്യാൻ പറ്റുക, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആണ് ബിസിനസ് കണ്ടിന്യൂറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ ബിസിനസ് കണ്ടിന്യൂറ്റി മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് ആണ് ഓപ്പറേഷണൽ ഡിസ്റപ്ഷൻ മിനിമൈസ് ചെയ്യുക, പ്രൊട്ടക്ട് പീപ്പിൾ, അസറ്റ്സ് ആൻഡ് റെപ്യൂട്ടേഷൻ, എൻഷുർ ടൈംലി റിക്കവറി. ഇപ്പൊ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായാൽ തന്നെ എത്രയും വേഗം തിരിച്ച് ബാക്ക് ടു നോർമൽ. പിന്നെ നമ്മൾ പറഞ്ഞ റെഗുലേഷൻസും കംപ്ലയൻസും ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക എന്നുള്ളത്. അവര് മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ BCMS അഡ്രസ് ചെയ്യുന്ന കാര്യങ്ങളാണ് IT സിസ്റ്റം, നെറ്റ്വർക്ക് ഫെയിലിയർ, സൈബർ സെക്യൂരിറ്റി ഇൻസിഡൻസ്, നാച്ചുറൽ ഡിസാസ്റ്റർ. ഇതിൽ സൈബർ സെക്യൂരിറ്റി മാത്രമല്ല, മൊത്തമായിട്ട് ഒരു ഓർഗനൈസേഷന്റെ ഇൻഫർമേഷൻ സെക്യൂരിറ്റി എല്ലാം ഈ BCMS വരും. പിന്നെ വരുന്നതാണ് അപ്ലിക്കേഷൻ സെക്യൂരിറ്റി ആൻഡ് ഡെവ്സെക്കോപ്സ്. ഇതൊക്കെ ഒരു പെൻ ടെസ്റ്റിംഗിലേക്ക് രീതിയിലേക്ക് വരാം, പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് വേറെ എടുത്ത് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഈ അപ്ലിക്കേഷൻ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെയാണ് മൊബൈൽ സെക്യൂരിറ്റി, നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഒക്കെ വരുന്നത്. അപ്ലിക്കേഷൻ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ സെക്യൂറിങ് ദ സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ ഒരു ഡെവലപ്മെന്റ് സൈക്കിളിൽ ഒരു അപ്ലിക്കേഷനെ സെക്യൂർ ചെയ്യാന്നാണ്. അപ്പൊ ഡെവ്സെക്കോപ്സ് എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ എന്താണ്, ഈ ഡെവലപ്മെന്റ് സൈക്കിളിൽ തന്നെ നമ്മൾ സെക്യൂരിറ്റി ടീമും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് അവര് ക്ലോസ് ആയി വർക്ക് ചെയ്തിട്ട് ആ സമയത്ത് തന്നെ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന്റെ ഡെവലപ്മെന്റ് ടൈമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, എന്താ പറയാ, ഓട്ടോമാറ്റിക്കലായിട്ട് സെക്യൂരിറ്റി വൾണറബിലിറ്റി സ്കാൻ ചെയ്ത് നോക്കും, അല്ലെങ്കിൽ SQL ഇൻജക്ഷൻ, എക്സസസ്, അങ്ങനത്തെ സാധനങ്ങൾ ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ നോക്കും. അതുപോലെ അപ്പൊ ഓരോ ടൈമും കോഡൊക്കെ അപ്ഡേറ്റ് ചെയ്യണതിനനുസരിച്ച് തന്നെ സെക്യൂരിറ്റി ടെസ്റ്റിംഗ് ഹാപ്പൻ ചെയ്തു പോകും. അപ്പോൾ കുറച്ചും കൂടെ ഓട്ടോമേറ്റഡ് പ്രോസസ് എന്നുള്ള രീതിയിൽ കുറച്ച് കോഡ് ഭയങ്കര ഫാസ്റ്റർ ആയിട്ടും സേഫ്റ്റി ആയിട്ടും നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് ഈ ക്ലൗഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാം ഇപ്പോൾ ഒരു ലോക്കൽ ഇതിൽ നിന്ന് ക്ലൗഡിലേക്ക് മാറണം. അപ്പൊ ക്ലൗഡ് സെക്യൂരിറ്റി എന്തിനാണ്?
സെക്യൂറിങ് ക്ലൗഡ് എൻവയോൺമെന്റ്സ് ആണ്. അപ്പൊ പ്രധാനമായിട്ടും വരുന്ന ഒരു റിസ്ക് എന്ന് പറയുന്നത് മിസ്കോൺഫിഗറേഷൻസ്, ഐഡന്റിറ്റി ആൻഡ് ആക്സസ് ഇഷ്യൂസ്, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റി മോഡൽസ്, അങ്ങനത്തെ ഒക്കെയാണ്. ഇപ്പൊ ഈ ക്ലൗഡ് സെക്യൂരിറ്റി പറയുമ്പോൾ പ്രൊട്ടക്ടിങ് എന്താണ്, ഡാറ്റ, അപ്ലിക്കേഷൻസ്, സിസ്റ്റം, ഈ ക്ലൗഡിലുള്ള സംഭവങ്ങളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാണ്. പിന്നെ എൻക്രിപ്ഷൻസ് വരും, ആക്സസ് കൺട്രോൾ വരും, പിന്നെ ഐഡന്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെന്റ്, ഇതെല്ലാം ഓരോ ജോബ് റോൾ ആട്ടോ. ഡാറ്റ പ്രൊട്ടക്ഷൻ ടീം ഉണ്ടാവും, എൻക്രിപ്ഷൻ ടീം ഉണ്ടാവും, ആക്സസ് കൺട്രോൾ ടീം ഉണ്ടാവും, IAM ടീം ഉണ്ടാവും. ഇതെല്ലാം ഇവിടെ നമ്മൾ മോണിറ്ററിംഗും ഉണ്ട്, ഓൾറെഡി സോക്ക് മോണിറ്ററിങ് ഒക്കെ ഇവിടെ വരുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ക്ലൗഡ് സെക്യൂരിറ്റി എഞ്ചിനീയർ എന്നുള്ള റോൾ വരും, ക്ലൗഡ് ആർക്കിടെക്ട്. അതിന് നമുക്ക് ഇതുപോലെ ക്ലൗഡിന്റെ സർട്ടിഫിക്കേഷൻസ്, AZ500, വേറെയും കുറെ എണ്ണം ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു AWSന്റെ അല്ലെങ്കിൽ അഷറിന്റെ ആണെങ്കിൽ അതിനനുസരിച്ച് പോകണം, SC അങ്ങനെയൊക്കെ ഇതുള്ള സർട്ടിഫിക്കേഷൻസ് എടുത്തു. ഇതൊക്കെ നമ്മൾ വരുന്ന ഫസ്റ്റ് ജോബ് റോൾ അല്ല, ഇതെല്ലാം നമ്മളുടെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നു. ഇപ്പൊ സോക്ക് ആണെങ്കിലും പെൻ ടെസ്റ്റിംഗിൽ നിന്നാണ് നമ്മൾ നെക്സ്റ്റ് ലെവൽ ജോബ് റോൾസ് ആണ്. ഇതിപ്പോ എന്താ ഹെൽപ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൗഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ക്ലൗഡ് സെക്യൂരിറ്റിയിലേക്ക് പോകാൻ എളുപ്പമാണ്, അങ്ങനത്തെ ഉള്ള രീതിയാ. പിന്നെ ഒരു ജോബ് റോൾ ആണ് DFIR എന്ന് പറഞ്ഞിട്ട് ത്രെറ്റ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാല് ഫോറൻസിക് അനാലിസിസ്, ഡിജിറ്റൽ ഫോറൻസിക് ഇൻസിഡന്റ് റെസ്പോൺസ് ആണ്. ഇപ്പൊ ഞാൻ ഓൾറെഡി ഇൻസിഡന്റ് റെസ്പോൺസിന്റെ കാര്യം പറഞ്ഞു. ഡിജിറ്റൽ ഫോറൻസിക്സ് എന്ന് പറഞ്ഞാൽ സാധാ ഒരു ഫോറൻസിക് ജോബ് പോലെ തന്നെ ഡിജിറ്റലി നമ്മൾ കളക്ട് ചെയ്യാണ് ഡിജിറ്റൽ എവിഡൻസ്, ലോഗ്, ഫയല്, ഇമെയില്. പിന്നെ അതുപോലെ ത്രെറ്റ് ഇന്റലിജൻസ്, എന്തൊക്കെ തരുന്ന ഹാക്കേഴ്സ്, അവരുടെ ടൂള്, അവരുടെ അറ്റാക്ക് മെത്തേഡ്സ്, ഇതൊക്കെയാണ് ആ ജോബ് റോളിൽ വരുന്നത്. അപ്പോ DFIR-ഉം ത്രെറ്റ് ഇന്റലിജൻസും കൂടിയിട്ട് ഒരു അറ്റാക്കിനെ നമുക്ക് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാനും ഫാസ്റ്റർ, സ്മാർട്ടർ ആയിട്ട് കുറച്ചും കൂടെ ഈസി ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടീമാണ്. അപ്പൊ ഇവിടെയാണ് എവിഡൻസ് കളക്ഷന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു മാൽവെയർ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റിഗേഷൻ വരുന്നത്. അപ്പൊ നമുക്ക് കുറെ ഓട്ടോമേഷൻ ടൂൾസ് ഒക്കെ ഉണ്ട്. അപ്പോ ഇതിന്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡാമേജ് റെഡ്യൂസ് ചെയ്യുക, പെട്ടെന്ന് റിക്കവർ ആവുക, അതുപോലെ സിമിലർ അറ്റാക്സിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇനി ഒരു എന്താ പറയാ, ഡിഗ്രി അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ ഡിഗ്രി എപ്പോഴും ഒരു HR-ന്റെ ഒരു ഫിൽട്ടറിംഗ് ആയിട്ടാണ് നമ്മൾ ഡിഗ്രി നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരാൾക്ക് ഈ നോളേജ് ഉണ്ടെന്ന് പറയുന്ന വാലിഡേഷൻ ആണ്. അപ്പൊ നമുക്ക് അവിടെ ലാബ്, പ്രൊജക്ട് അതൊക്കെ ഉണ്ടാവും. പിന്നെ സ്കിൽസ് ആണ് എന്താണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത് എന്തിലൂടെ, നമ്മൾ ചെയ്ത ലാബിലൂടെ, പ്രൊജക്റ്റിലൂടെ. അപ്പൊ നമുക്ക് നമ്മളുടെ കേപ്പബിൾ ആണ്, ഞാൻ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് കേപ്പബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൽസ് ആണ് അവിടെ പറയുന്നത്. അപ്പൊ അവിടുത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള ലാബ്, അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും. സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ എപ്പോഴും പ്രാക്ടിക്കൽ സ്കില്ലിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ഉണ്ട്. More than your degree and certification. യെസ്. അത് പക്ഷെ നമുക്കൊരു ഇന്റർവ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഡിഗ്രിയും സർട്ടിഫിക്കറ്റും ഭയങ്കര ഇമ്പോർട്ടന്റാ. ഇപ്പോൾ ചിലർ പറയും +2 കഴിഞ്ഞിട്ട്, ചില കമ്പനികൾ ഇപ്പോൾ പെൻ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ കമ്പനികൾ എന്ത് ചെയ്യും, +2 കഴിഞ്ഞ ആൾക്കാരെ എടുക്കും. കാരണം അവർക്ക് നല്ല ബഗ് ബൗണ്ടീസിനൊക്കെ ബഗ് ബൗണ്ടി ഒക്കെ ചെയ്യും ചില പിള്ളേര്. അവരെ ഡിഗ്രി നോക്കില്ല, പക്ഷെ അവർക്ക് ആ ഒരു ഓർഗനൈസേഷനിൽ ചിലപ്പോൾ ജോലി കിട്ടണമെന്നുണ്ടാവുള്ളൂ. അതിന്റെ ഒരു ഹയർ ലെവലിലേക്ക് പോകുന്നതിൽ ഡിഗ്രി ഭയങ്കര ഇമ്പോർട്ടന്റാ. പിന്നെ നമ്മൾ ഒരു 10 CV കൊടുക്കുമ്പോൾ നമ്മളുടെ CV അതിൽ നിന്ന് ഫിൽട്ടർ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കേഷനും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതുപോലെ ഒരു എൻട്രി സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ഫ്രഷേഴ്സിന് പറയുന്നത് L1 റോള്, ഇന്റേൺഷിപ്പ് ചെയ്യാം. പിന്നെ ഇതൊക്കെ ഫ്രീ ആയിട്ടുള്ള ലാബുകളാണ്. ട്രൈ ഹാക്ക് മീ, ലെറ്റ്സ് ഡിഫെൻഡ്, ഇതിലൊക്കെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് അതിൽ തന്നെ ഇഷ്ടംപോലെ ട്രെയിനിങ്ങും മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ്. ഈ ബ്ലൂ ടീം ലാബ്സ്, അതുപോലെ ഒരു പെൻ ടെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അതിലും ഉണ്ട്. ട്രൈ ഹാക്ക് മീല് 2 ഉണ്ട്, ഓവർ ദ വയർ, പോഡ്സ് ഫിഗർ, ഹാക്ക് ദ ബോക്സ്. ഇതൊക്കെ നിങ്ങൾക്ക് സ്വയം പഠിച്ച് ഇതില് ഓരോ ലെവൽ ഉണ്ട്. അപ്പൊ ഞാൻ ഇന്ന ലെവൽ, ട്രൈ ഹാക്ക് മീല് ഞാൻ ഇന്ന ലെവലാന്ന് പറയുമ്പോൾ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ ആൾക്ക് മനസ്സിലാവും ഈ കുട്ടിക്ക് അതിലുള്ള കഴിവുണ്ടോ ഇല്ല എന്നുള്ളത്. ഫണ്ടമെന്റൽസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ബേസിക് സർട്ടിഫിക്കേഷൻസ് ഒക്കെ എടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ പരമാവധി ഇന്റേൺഷിപ്പ് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ പ്രോഗ്രാംസ്, ഇതുപോലെ സെഷൻ ഒക്കെ. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ പറഞ്ഞത്, പക്ഷെ എന്തെങ്കിലും ഒരു കിട്ടുന്നുണ്ട്. അപ്പൊ അതുപോലെ ഇങ്ങനത്തെ സെഷൻസ് ഒക്കെ വരുമ്പോൾ അറ്റൻഡ് ചെയ്യുക. ഇനി അതുപോലെ ഒരു കരിയർ സ്വിച്ച് എന്നുള്ള ഒരു സ്ട്രാറ്റജിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ
ഇപ്പൊ IT സപ്പോർട്ട് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഓപ്പറേഷൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ സോക്കിലേക്ക് എളുപ്പമായിരിക്കും. അതുപോലെ ഡെവോപ്സിൽ വർക്ക് ചെയ്യുന്നവർക്ക് ക്ലൗഡ് സെക്യൂരിറ്റിയിലേക്ക് മൂവ് ചെയ്യാം. ഒരു ഡെവലപ്പർ എന്നുള്ളത് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റിയിലേക്ക് മൂവ് ചെയ്യാം. പിന്നെ ഒരു ഓഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു GRC അങ്ങനത്തെ കംപ്ലയൻസ് റിസ്ക് എന്നുള്ള രീതിയിലേക്ക് മൂവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ എപ്പോഴും ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതൊരു ലിമിറ്റേഷൻ അല്ല. നിങ്ങൾക്ക് ഏത് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും സൈബർ സെക്യൂരിറ്റിയിലേക്ക് വരുമ്പോൾ അത് അഡ്വാൻറ്റേജ് ആണ്. കാരണം അതെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. എല്ലാം സെക്യൂർ ആയിട്ടിരിക്കണം അല്ലെ, ഒരു പർട്ടിക്കുലർ കാര്യം മാത്രമല്ല നമുക്ക് സെക്യൂർ ആയാണ്ടേ. പിന്നെ ഒരു ഇതുപോലെ തന്നെ എങ്ങനെയാണ് സൈബർ സെക്യൂരിറ്റി ജോബ്സ് നമുക്ക് ഫൗണ്ട്. ലിങ്ക്ഡിൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ലിങ്ക്ഡിനിൽ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ലിങ്ക്ഡിനിൽ നല്ല നല്ല പോസ്റ്റ് ഇടുന്ന ആൾക്കാരെ ഫോളോ ചെയ്യുക, അവരായിട്ട് കണക്ഷൻ ചെയ്യുക. അപ്പൊ അത്യാവശ്യം ഇവന്റ്സും പോസ്റ്റുകളും പുതിയ പുതിയ ടെക്നോളജീസും നമുക്ക് ലിങ്ക്ഡിൻ വഴി കിട്ടും. അറിവ് ഇഷ്ടം പോലെ കിട്ടും. പിന്നെ ഇപ്പോ ഈ ആൾക്കാരെ ഫോളോ ചെയ്യണതിനനുസരിച്ച് തന്നെ അവരെ കമ്പനിയിൽ ഓപ്പണിങ് പോസ്റ്റ് ചെയ്യും. അപ്പൊ റെഫർ ചെയ്യാൻ പറ്റും. നമുക്ക് ഡയറക്റ്റ് അപ്ലൈനേക്കാൾ എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ് റെഫർ ചെയ്യാന്നുള്ളത്. പിന്നെ ഇതുപോലെ കോൺഫറൻസസ് അറ്റൻഡ് ചെയ്യുക. ഇങ്ങനത്തെ കമ്മ്യൂണിറ്റീസ് ഉണ്ട് ഒരുപാട്. അപ്പൊ ആ കമ്മ്യൂണിറ്റീസിലൊക്കെ ജോയിൻ ചെയ്യുക. അപ്പൊ ഒരുപാട് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ, അവർക്ക് വന്ന അനുഭവങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാം. അപ്പൊ അത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ് നമുക്ക് നമ്മളെ ട്രെയിൻ ചെയ്തെടുക്കണ്ടേ, അല്ലെങ്കിൽ നമുക്ക് മെന്റർഷിപ്പ് അവരുടെ അടുത്ത് ചോദിക്കാൻ പറ്റും. എന്നെ ഹെൽപ്പ് ചെയ്യൂ, ഞാൻ ഇന്നതൊക്കെ പഠിച്ചു. കുറെ ആൾക്കാർ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നവരുണ്ട് കേട്ടോ, ഒരുപാട് പേരുണ്ട്. പിന്നെ ഇതുപോലെ നിങ്ങളൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെന്നുണ്ടെങ്കിൽ അവിടെ സൈബർ പ്ലേസ്മെന്റ് സെൽ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ പ്ലേസ്മെന്റ് തരുമോ എന്നൊക്കെ അഷ്യൂർ ചെയ്തിട്ട് ചെയ്യുക. പിന്നെ ഒരു ബിഗിനർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഫണ്ടമെന്റൽസ് സ്കിപ്പ് ചെയ്തിട്ട് വെറുതെ കുറെ അറ്റാക്സും കാര്യങ്ങളും പഠിച്ചിട്ട് കാര്യമില്ല. എങ്ങനെയാണ് അറ്റാക്ക് ഉണ്ടാവുന്നത്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നന്നായി പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോ നിങ്ങൾ ബാക്കിയുള്ള വലിയ വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്റർവ്യൂവിൽ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഈ പറയുന്ന ഒരു കുട്ടീനെ നമ്മളുടെ ടീമിൽ എടുത്തു കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ കുറെ സർട്ടിഫിക്കേഷൻ എടുത്തിട്ടും കാര്യമില്ല. ചിലർ ഒരുപാട് സർട്ടിഫിക്കേഷൻ എടുത്തു കൂട്ടും, പക്ഷെ അതും കാര്യമില്ല. പിന്നെ ടൂൾസ് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. ടൂൾസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, പക്ഷെ പിന്നെ പ്രാക്ടീസ് ഇല്ലാതെ വെറുതെ തിയറി പോയിട്ടും കാര്യമില്ല. അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്ത് നോക്കി പഠിച്ച് പ്രാക്ടീസ് ആയാലാണ് നമുക്ക് ഒരു സ്ഥലത്ത് നമ്മളുടെ ഒരു കോൺഫിഡൻസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളുടെ എൻട്രൻസ് അല്ലെങ്കിൽ നമുക്കുള്ള സ്കിൽസ് എന്തൊക്കെയാണ് പഠിക്കാനുള്ള ചാൻസസ്, അപ്പൊ മാർക്കറ്റിൽ എന്താണ് അവൈലബിൾ അല്ലെങ്കിൽ അതിന്റെ ഡിമാൻഡ് എന്താണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും ഒരു കരിയർ അല്ലെങ്കിൽ ഒരു ജോബ് റോള് ചൂസ് ചെയ്യാനായിട്ട്. അപ്പൊ പൈസ കിട്ടും. സ്പീഡിൽ പറഞ്ഞു പോയോണ്ട് കിട്ടുമോ അറിയില്ല. അപ്പൊ എപ്പോഴും ഒരു സ്കിൽസ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് കൺസിസ്റ്റൻസി ആണ്. അപ്പൊ 1-2 ഇന്റർവ്യൂ കിട്ടിയാലും എനിക്ക് പറ്റുന്നില്ല എന്ന് വിചാരിക്കാണ്ടിരിക്കുക. കൺസിസ്റ്റന്റ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് എന്തായാലും സക്സസ്ഫുൾ ആയിരിക്കും. അപ്പോ താങ്ക് യു. ഇത് വെച്ച് നമ്മുടെ പ്രസന്റേഷൻ കൺക്ലൂഡ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. പാർട്ടിസിപ്പൻസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷൂട്ട് ചെയ്തോളൂ. മിസ് വഫ വിൽ ബി ക്ലിയറിംഗ് ദ ഡൗട്ട്സ് ഇൻസ്റ്റന്റ്ലി. വൺ ആയിട്ട് ഹാൻഡ് റൈസ് ചെയ്താൽ ആ ഓർഡറിൽ വിളിക്കാം. ഹാൻഡ് റൈസ് ബട്ടൺ ഉണ്ട്, അതിൽ ചെയ്താൽ നമുക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ ഇപ്പൊ പറയാം. അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ, കുഴപ്പമില്ല. Okay, that is not a good thing. There will be a lot of questions. മനസ്സിലായില്ലേ ഒന്നും? അത് ഒരു കോമൺ ഫോറം ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. ടൈപ്പ് ചെയ്ത് ചോദിക്കാം. ഹായ് വഫ. ഹായ്. സോ ഞാനത് ആക്ച്വലി സൈബർ സെക്യൂരിറ്റിയിലോട്ട് മൂവ് ചെയ്തിട്ട് ഒരു 1 to 2 years ആയ ഒരു പേഴ്സൺ ആണ് ഞാൻ. ക്ലോസർ ടു ലൈക്ക് 12 years of expertise overall. So basically I'm connected from Europe now. Okay. I have a base, I mean I'm part of Pradidhwani. So ഒരു കാര്യം ഈ കോ സ്ട്രക്ചർ ഓർ വാട്ട് എവർ യു തോട്ട്, ഇത് ഒത്തിരി കണ്ടന്റഡ് ആണ്. ദിസ് ഹാവ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. ലൈക്ക് ഇതൊരു എന്താ പറയാ, ഒരു റോഡ് മാപ്പ് ആണെങ്കിൽ പോലും
കൈൻഡ് ഓഫ് എന്താ പറയുക സ്ട്രോങ് ക്യാപ്സൂൾ സ്ട്രക്ചർ ആണ്. സോ ഈവൻ certain things even I am not even aware about. So any follow-up sessions or something will be much grateful. In 1 hour ഇത് ഒരു ഭയങ്കര yeah. കണ്ടന്റഡ് ആയിട്ട് തോന്നിയായിരുന്നു. And also reference like slides or എന്തെങ്കിലും which That we can will be share. accessible. Yeah, we'll share. അങ്ങനെയാണെങ്കിൽ it will be much grateful. And thank you so much. I mean, Yeah, everything thank was you for the crystal clear. feedback. So whoever registered and joined, ഞങ്ങൾ ഇതിന്റെ റെക്കോർഡിംഗ് ലിങ്കും ഈ PPT ഷെയർ ചെയ്യും. Okay. നോട്ട് രജിസ്റ്റേർഡ് ആൻഡ് ജോയിൻ, നിങ്ങളുടെ ഇമെയിലോ ആ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാതെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ you can see that BAA Kochi campus ID here. Danesh, can you post your number here? You can Sure. contact them. They will share it with you. Whoever not registered and joined. രജിസ്റ്റർ ചെയ്തവർക്ക് എല്ലാവർക്കും ഒരു ഫീഡ്ബാക്ക് ഫോമും ഒരു ഇതിന്റെ യൂട്യൂബിന്റെ വീഡിയോയുടെ ലിങ്കും ഈ പ്രസന്റേഷന്റെ ലിങ്കും അപ്ലോഡ് ചെയ്തിട്ട് ഞങ്ങൾ ബൈ ടുമോറോ അല്ലെ മൺഡേ നമ്മൾ അയക്കുന്നതായിരിക്കും. Thank you, Sharat, for that. We'll come back with further. Most welcome. Yeah, and you all of you to get notifications about such events, I'm putting both Boston and Pradipani social media handle links here. You can please follow that. So we'll have at least a month following month. So sorry, every month we will have a session like this, either online or offline, on either cyber or AI or cloud or any one of the topic. Okay, so please follow us. It's all free seminars and sessions, and sometimes it will turn into as such like a boot camp or a workshop and things like that, which will go in much detail. So we'll come back with the cyber follow-up. So AI security is something we are thinking. It's a follow-up session. New framework has came in, so we'll come up with that ISO 42001 framework for AI security. Okay. So we'll hand over to Danesh. If there is no more questions, I will conclude with a vote of thanks from Danesh. Thank you, Madhavan sir. ആർക്കെങ്കിലും any more questions ഉണ്ടെങ്കിൽ ഒരു 30 seconds ഓടെ they can shoot the question. Moreover, thank you, Vafa, for a wonderful session. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതിലും അതുപോലെ തന്നെ നമുക്ക് ഇനിയുള്ള ഫർദർ സെഷൻ മധുവൻ സർ പറഞ്ഞതുപോലെ ഇറ്റ് വിൽ ബി അപ്ഡേറ്റഡ്. അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ട് വിൽ ബി ഇൻ ടച്ച് വിത്ത് യു ഫോർ ദ ഫർദർ സെഷൻസ്. അതിൽ വഫ പറഞ്ഞൊരു കാര്യം ഒന്നുകൂടെ ഒന്നുകൂടെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആ ഒരു കാര്യങ്ങൾ കൂടാതെ തന്നെ നമുക്ക് ഇത്രയും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് എല്ലാവർക്കും കരുതുന്നു. ഓൺ ബിഹാഫ് ഓഫ് BIA, I thank you for this wonderful session. വേറൊരു കാര്യം കൂടെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ BIA-യിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഇൻസൈറ്റ്സും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ കണക്റ്റഡ് ആയിട്ടുള്ള കരിക്കുലാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ്. അതിപ്പോൾ സൈബറിലാണെങ്കിലും അതുപോലെ AI ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സസിലാണെങ്കിലും ജനറേറ്റീവ് AI ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സസിലാണെങ്കിലും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫർദർ ആയിട്ട് ഞാൻ ഓൾറെഡി എൻ്റെ നമ്പർ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. യു ക്യാൻ കണക്ട് മീ ത്രൂ ദാറ്റ്. അതുപോലെ തന്നെ ഇവിടെ വഫ ഡിസ്കസ് ചെയ്ത ലാബ് ഫ്രീ ലാബ്സിൽ നമുക്ക് എങ്ങനെയൊക്കെ അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡെപ്ത് സെഷൻസ് ആണ് നമുക്ക് ബോസ്റ്റണിൽ കണ്ടക്ട് ചെയ്യുന്നത്. കാരണം ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് ആണ് നമുക്ക് സെഷൻസ് എടുക്കുന്നത്. സോ do keep in touch with us and we'll be keep you updated ഇനി എന്തെങ്കിലും ഫർദർ ആയിട്ടുള്ള സെഷൻസ് ഓൺ ടോപ്പ് ഓഫ് ദിസ് ഏത് സബ്ജക്ട്സിലാണെങ്കിലും we'll be in touch with you. And already ഒരു ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് we can use that group as a ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം to discuss in detail. I'll ask Vafa ma'am permission for adding her also to for any Sure. so something like that. Yeah, I'm very glad. Thank you so much. That's all. Yeah, thank you. So have a wonderful evening and a good weekend.
all of you. Let us start New Year with new hopes and new learnings. All the very best to all of you from Pradithwani Kochi. And thank you all. Thank And you especially. sorry to mention, Ms. Rekha Madam also. Thank you for supporting us with the college entries as well. Thank you. Thanks, every coordinators. It was an insightful session. Even. Thank you so much. Thank you. Thank you.